നമസ്തേ, പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ വീണ പ്രസാദ്. ഞാൻ ദേവിക ബൈജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിരോധിത ഭീകര സംഘടനയായ PFIയെ സജീവമാക്കാൻ സമൂഹമാധ്യമ കൂട്ടായ്മകൾ. നിരോധനശേഷം ഉൾവലിഞ്ഞവർ വീണ്ടും ജനകീയ വിഷയങ്ങളുടെ പേരിൽ രംഗത്ത്. നിരോധിച്ചിട്ടും മീഞ്ചന്തയിലെ കെട്ടിടത്തിന് ഇപ്പോഴും PFIയുടെ പേര് യൂണിറ്റി സെന്റർ എന്ന ബോർഡ് നീക്കം ചെയ്തില്ല. ജനം ബ്രേക്കിംഗ്. വെടിനിർത്തൽ നിർദ്ദേശത്തോടുള്ള പുടിന്റെ പ്രതികരണം കൃത്രിമത്വം നിറഞ്ഞതെന്ന് സെലൻസ്കി. വെടിനിർത്തൽ വൈകിപ്പിക്കുകയാണ് റഷ്യയുടെ ലക്ഷ്യം. റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നും സെലൻസ്കി. മീനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. പുതിയ ദർശന ക്രമീകരണത്തിന്റെ ട്രയൽ തുടങ്ങും. ക്രമീകരണം ദർശനത്തിന് കൂടുതൽ സമയം ലഭിക്കുന്ന രീതിയിൽ. റമദാൻ മാസത്തിലെ നോളജ് സിറ്റി തീർത്ഥാടന യാത്രയിലെ വിവാദ നിബന്ധന മാറ്റി KSRTC. നിർദ്ദേശങ്ങൾ തിരുത്തി പുതിയ പോസ്റ്റർ. വിവാദമായത് തീർത്ഥാടന യാത്ര പുരുഷന്മാർക്ക് മാത്രമെന്ന പോസ്റ്റർ. ജനം ഇംപാക്ട്. റവന്യൂ വകുപ്പിനെതിരെ ആരോപണവുമായി CPM. ഇടുക്കി പരുന്തുംപാറയിലെ കയ്യേറ്റത്തിന് റവന്യൂ ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നുവെന്ന് ജില്ലാ സെക്രട്ടറി CV വർഗീസ്. കയ്യേറ്റത്തിന് മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ മതശക്തികൾ രംഗത്ത് വരണമെന്നും CV വർഗീസ്. അന്വേഷണം പ്രഖ്യാപിച്ചത് നടക്കുന്നത് അതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ എനിക്ക് ട്രാൻസ്ഫറും ഇല്ല. എനിക്ക് ട്രാൻസ്ഫറും ഇല്ല, സസ്പെൻഷനും ഇല്ല. സസ്പെൻഷൻ കഴിയണമെങ്കിൽ ഞാൻ പാർട്ടിക്ക് എന്തായാലും കുഴപ്പമാണ്. ഇത് രണ്ടും എനിക്കില്ല. ഇടുക്കി അനധികൃത ഖനനത്തിൽ കളക്ടറെ ലക്ഷ്യം വെച്ച് CV വർഗീസിന്റെ ഒളിയമ്പ്. കാനഡയുടെ പ്രധാനമന്ത്രിയായി മാർക്ക് കാർണിയുടെ സത്യപ്രതിജ്ഞ ഇന്ന്. അവസാനിക്കുന്നത് ജസ്റ്റിൻ ട്രൂഡോയുടെ 10 വർഷത്തെ ഭരണം. അമേരിക്കയോടുള്ള കാർണിയുടെ നിലപാടിനെ ഉറ്റുനോക്കി ലോകം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ K രാധാകൃഷ്ണൻ MPയെ ചോദ്യം ചെയ്യാൻ ED. തിങ്കളാഴ്ച ചോദ്യം ചെയ്യാൻ സാധ്യത. തൃശൂർ ജില്ലാ സെക്രട്ടറിയായ കാലത്തെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കും. CPM സംസ്ഥാന സമിതി ഇന്ന് A പത്മകുമാറിനെതിരായ നടപടി ചർച്ച ചെയ്യും. സംസ്ഥാന സമിതിയുടെ അംഗീകാരത്തോടെ സെക്രട്ടേറിയറ്റ് നടപടിയെടുക്കും. മനം നിറച്ച് പൊങ്കാല. പുണ്യം നിവേദ്യം പവേർഡ് ബൈ വനിതകൾക്ക് മാത്രമായി KSFE മഹിളാ സമൃദ്ധി ട്രിയോ പ്ലാൻ. ഇൻ അസോസിയേഷൻ വിത്ത് BIS ഹോൾമാർക്ക് 9161 ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. SK Hospital, touching human lives. Edapalli, Trivandrum. ജയലക്ഷ്മി ദി ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ. SUT Hospital, pioneering the path of healthcare excellence. ആറ്റുകാൽ ദേവി ഹോസ്പിറ്റൽ, ആരോഗ്യത്തിന് അമ്മയുടെ കരുതൽ. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് ഇന്ന് പരിസമാപ്തി. മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ട അമ്മയുടെ എഴുന്നള്ളത്ത് ഉടൻ ശാസ്താ ക്ഷേത്രത്തിൽ പ്രവേശിക്കും. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, ഇത് ആ പ്രദേശവാസികൾക്ക് വലിയ ഒരു കണ്ണിന് ആനന്ദമേകുന്ന ഒരു കാഴ്ച കൂടിയാണ് ഈ എഴുന്നള്ളത്ത്. കുത്തിയോട്ട ബാലന്മാർ അകമ്പടി സേവിക്കുന്ന ദേവിയുടെ എഴുന്നള്ളത്ത് ഇപ്പോൾ എവിടെയാണ് എത്തിയിരിക്കുന്നത്? വിവരങ്ങൾ എന്താണ്? മണക്കാട് ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളത്ത് ഇപ്പോൾ മണക്കാട് ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പിന്നിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ എഴുന്നള്ളത്ത് വരികയും ആ എഴുന്നള്ളത്തിനെ തട്ടം വെച്ച് സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ റോഡ് സൈഡിലെല്ലാം, റോഡിന് ഇരുവശങ്ങളിലെല്ലാം ഇത്തരത്തിൽ ഭക്തർ തട്ടമേന്തിക്കൊണ്ട് ഈ എഴുന്നള്ളത്തിന് കാത്തു നിൽക്കുകയാണ്. ഗജവീരന് മുകളിൽ കിടപ്പേറ്റിയ അമ്മ ആ രാജവീതിയിലൂടെ
ഇങ്ങനെ വിരാജിച്ചു വരികയാണ്. അമ്മയുടെ ദർശനത്തിനായി കൂപ്പുകൈകളുമായി നിരവധി ഭക്തരാണ് ഇവിടെ ഈ ഇരുവേദികളിലും കാത്തു നിൽക്കുന്നത്. വലിയ ഒരു ഭക്തജന തിരക്ക് നമുക്കിവിടെ കാണാൻ കഴിയും. ഓരോരുത്തരും ഓരോ വ്യക്തികളും പ്രാർത്ഥന നിർഭരരായി നിൽക്കുന്ന ഒരു കാഴ്ച. കുത്തിയോട്ടബാലൻ അമ്മയെ അകമ്പടി സേവിക്കുന്ന ആ കുത്തിയോട്ടബാലനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുത്തിയോട്ട സംഘങ്ങളും ഉണ്ടായിരുന്നു. ആ കുത്തിയോട്ട സംഘങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അമ്മയെ അകമ്പടി സേവിക്കുന്ന പ്രധാന കുത്തിയോട്ടബാലൻ, ആ കുത്തിയോട്ടബാലനാണ് ഈ അമ്മയുടെ തിരുവെഴുന്നള്ളത്തിനൊപ്പം അകമ്പടി സേവിച്ച് നീക്കുന്നത്. ഓരോ സ്ഥലങ്ങളിലും, അതായത് ഈ എത്തി നിൽക്കുന്ന ഈ എഴുന്നള്ളത്തെത്തി നിൽക്കുന്ന ഓരോ ഇടങ്ങളിലും ഭക്തിപൂർവം ജനങ്ങൾ കൂപ്പുകൈകളോടെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച. വിളക്കും പടുക്കയും താലവും ഏന്തി ഈ അമ്മയുടെ വരവിനെ കാത്തു നിൽക്കുന്ന അപൂർവമായ ഒരു കാഴ്ച, കണ്ണിന് ആനന്ദം നൽകുന്ന കാഴ്ച, ഭക്തി നിർഭരമായ ഒരു കാഴ്ച. ഇത് അനന്തപുരിക്കല്ലാതെ മറ്റെങ്ങും ഈ ഒരു സൗഭാഗ്യം ഉണ്ടാകില്ല. ആറ്റുകാലിന്റെ അമ്മയുടെ ഈ ഒരു സൗഭാഗ്യം ഉണ്ടാകില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപാട് നിരവധി പേരാണ് ഇവിടേക്ക് നിൽക്കുന്നത്. ചേച്ചി പടുക്കയുമായി കാത്തിരിക്കുമല്ലേ? பேசுங்கோ பேசுங்கோ. என்னங்க தூத்துக்குடியானே? நான் தூத்துக்குடி. முதல்ல வரீங்களே நீங்க? முதலையா? இல்ல இது கல்யாணம் 20 வருஷம் ஆச்சு. இங்க ஆற்றுவங்க கோயில்ல தான் கல்யாணம் ஆச்சு. இங்கதான் வீடு இருக்கு. எங்க வீட்டு கோயிலோட திருவிழையை எப்படி பார்க்குவாங்க? இந்த திருவிழா எப்படி பார்க்குவாங்க? 10 நாள் திருவிழா இல்ல, டெய்லி விசேஷமா இருக்கும். 10 நாள் திருவிழா കുമ്പിടത്തേക്ക് താനേ? ആമാ, ഡെയിലി സ്വാമി, ഡെയിലി 10 നാൾ ദിവസവും ഈ അമ്മയെ കണ്ട് തൊഴുന്ന ഭക്തരാണ്. തമിഴ്നാട്ടിൽ നിന്നടക്കം ഇവിടെ വന്ന് താമസിക്കുന്നവരാണ്. അവർ ഈ പടുക്കയും അതോടൊപ്പം തന്നെ ഈ താരവുമെല്ലാം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ പുഷ്പവൃഷ്ടിക്കായുള്ള പൂവുകളടക്കം പ്രശാന്ത വിവരങ്ങൾ നൽകുകയായിരുന്നു. മണക്കാട് ശാസ്താക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുകയാണ് ദേവിയും ശാസ്താവും സഹോദരിയും സഹോദരനുമാണ് എന്നാണ് വിശ്വാസം. സഹോദരനെ കാണാൻ വരുന്ന വരവ് കൂടിയാണ്. കുത്തിയോട്ട ബാലന്മാർ അകമ്പടി സേവിക്കുന്നുണ്ട്. ആ എഴുന്നള്ളത്ത് പുഷ്പവൃഷ്ടിയോടുകൂടിയാണ് ആ പ്രദേശവാസികൾ ഒന്നടങ്കം തന്നെ സ്വീകരിക്കുന്നത്. ഇത് ഈ ഒരു ചടങ്ങ് നടക്കുമ്പോൾ വലിയൊരു ആത്മനിർവൃതിയുടെ കൂടി നിമിഷമാണ് ആ പ്രദേശവാസികൾക്ക്. കാരണം 9 ദിവസം നീണ്ടു നിന്ന ചടങ്ങുകൾക്കും ആചാരങ്ങൾക്കും വ്രതാനുഷ്ഠാനങ്ങൾക്കും ശേഷം അവിടെ എനിക്ക് തോന്നുന്നു ദേവിക, അവിടെ ഉള്ള ഏത് ജാതി മതസ്ഥരുമാവട്ടെ, അതെ, ഏത് പ്രായത്തിലുള്ള ആളുകളുമാവട്ടെ, അവർ വ്രതത്തിലായിരിക്കും. ഈ വീടുകളിലെല്ലാം തന്നെ ദേവിയെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നത് പോലെ തന്നെ അവർ അണിഞ്ഞൊരുങ്ങി നിൽക്കും. സൗഹാർദ്ദത്തിന്റെ കൂടി നിമിഷങ്ങളാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വീതിയിലെങ്ങും ജനത്തിരക്കാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രതിനിധി പ്രശാന്ത് ശങ്കരമംഗൽ അവിടെ നിന്ന് ചേരുന്നുണ്ട്. പ്രശാന്ത്, വിവിധ ജില്ലകളിൽ നിന്ന് മാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടി ജനങ്ങൾ അവിടേക്ക് എത്തി അമ്മയെ ദർശിക്കുകയാണ്. പൊങ്കാല കഴിഞ്ഞിട്ടും ഈ മഹോത്സവത്തിന്റെ അവസാന ഘട്ടത്തിൽ പോലും അതെല്ലാം കഴിഞ്ഞിട്ട് തങ്ങൾ പോയിക്കൊള്ളാം എന്നുള്ളൊരു നിലപാടിൽ അവിടെ തന്നെ തുടരുകയാണ് ഭക്തർ, അല്ലേ? ദേവിക, പൊങ്കാല അനന്തപുരിയെ യാഗശാലയായി മാറ്റിയ പൊങ്കാല കഴിഞ്ഞ ദിവസമാണ് നടന്നത്. അതിനുശേഷമാണ് ഈ കുത്തിയോട്ട മഹോത്സവം, കുത്തിയോട്ടത്തിന്റെ ബാലന്മാർ ക്ഷേത്രസന്നിധിയിലേക്ക് പ്രവേശിച്ചത്. 581 കുത്തിയോട്ട ബാലന്മാരാണ് കഴിഞ്ഞ ദിവസം ഈ ക്ഷേത്രസന്നിധിയിൽ ഈ വ്രതനിഷ്ഠരായി നിന്ന കുത്തിയോട്ട ബാലന്മാർ ക്ഷേത്രസന്നിധിയിലേക്ക് പ്രവേശിച്ചത്. ഓരോ ചെറിയ സംഘങ്ങൾ, 7 പേരടങ്ങുന്ന ചെറിയ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ബാലന്മാർ ഈ ക്ഷേത്രസന്നിധിയിലേക്ക് പ്രവേശിക്കുകയും അങ്ങനെ മുഴുവൻ കുത്തിയോട്ട ബാലന്മാരും ക്ഷേത്രസന്നിധിയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ആണ് അമ്മയുടെ തിരുവെഴുന്നള്ളത്ത് ആരംഭിച്ചത്.
മുത്തുക്കടയേന്തിയ കുത്തിയോട്ട ബാലൻ പ്രധാനിയായ അമ്മയുടെ അകമ്പടി സേവിക്കുന്ന പ്രധാനിയായ കുത്തിയോട്ട ബാലൻ മുൻപിലും അതിനു മുൻപിലായി മറ്റു കുത്തിയോട്ട ബാലന്മാരും അതിന് പിൻപിൽ പഞ്ചവാദ്യവും തീവെട്ടിയുമേന്തിയ പുരുഷാരവും അതിനുശേഷം അതിനും പിന്നിലായാണ് അമ്മയുടെ എഴുന്നള്ളത്ത് നിൽക്കുന്നത്. ഗജവീരന് മുകളിൽ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന് മുകളിൽ തിടമ്പേറ്റി അമ്മ എഴുന്നള്ളുന്ന അപൂർവമായ കാഴ്ച. ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഭക്ത സഹസ്രം ഇങ്ങനെ ഉറക്കമൊഴിച്ച് നിൽക്കുന്നത്. കഴിഞ്ഞ ഒരു രാത്രി 1 മണിയോടുകൂടിയാണ് ഈ ചടങ്ങുകൾ ആരംഭിച്ച ചടങ്ങുകൾ പുറപ്പെടുന്നത്. അമ്മ ആറ്റുകാൽ ദേവീ സന്നിധിയിൽ നിന്നും അമ്മ പുറപ്പെടുന്നത് കഴിഞ്ഞ ദിവസം രാത്രി 1 മണിക്കാണ് ചടങ്ങുകൾ പൂർത്തിയാക്കി. ആ പുറപ്പാട് ഇപ്പോൾ മണക്കാട് ജംഗ്ഷനിലേക്ക് എത്തി നിൽക്കുകയാണ്. നഗരവീതിയുടെ രാജവീതിയുടെ വശങ്ങളിലുമായി സഹസ്രങ്ങളാണ് അമ്മയുടെ ഈ ദർശനത്തിനായി കാത്തു നിൽക്കുന്നത്. സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയ ഭക്തജന സംഘം അമ്മയുടെ ഈ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച, അപൂർവമായ കാഴ്ച, കണ്ണിന് ആനന്ദം നൽകുന്ന കാഴ്ച, ഭക്തി നിർഭരമായ കാഴ്ച. ആ കാഴ്ചയ്ക്കാണ് ആനന്ദപുരിയും പത്മനാഭന്റെ മണ്ണും സാക്ഷ്യം വഹിക്കുന്നത്. വർഷത്തിലൊരിക്കൽ സ്വന്തം സഹോദരനെ കാണുവാനായി അമ്മ പുറപ്പെടുന്നു. മണക്കാട് ശാസ്താവിനെ അമ്മയുടെ സഹോദരന്റെ സങ്കല്പത്തിലാണ് കാണുന്നത്. അമ്മയോട് പരിഭവപ്പെട്ട് നിൽക്കുന്ന ആ സഹോദരനെ കാണുവാനും സഹോദരനോട് സംസാരിക്കുവാനും ആണ് അമ്മയുടെ എഴുന്നള്ളത്ത്. അങ്ങനെ ആ എഴുന്നള്ളത്താണ് ഇപ്പോൾ മണക്കാടേക്ക് എത്തിയിരിക്കുന്നത്. ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ആ സ്ഥലത്താണ് ഇപ്പോൾ എഴുന്നള്ളത്ത് എത്തി നിൽക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഈ എഴുന്നള്ളത്ത് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും. ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചാൽ ഉടൻ തന്നെ ക്ഷേത്ര സമ്മേളനത്തിൽ നിന്നും ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നുള്ള ക്ഷേത്രം ഭാരവാഹികൾ അമ്മയെ സ്വീകരിച്ചതിന് ശേഷം അവിടെ ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾക്ക് ശേഷം പുറപ്പാടുണ്ടാകും. തിരിച്ചു പുറപ്പെടുന്ന അമ്മ ആറ്റുകാൽ സന്നിധിയിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 മണിയോടുകൂടി കാപ്പഴിക്കൽ ചടങ്ങുകൾ നടക്കും. അതിനുശേഷം രാത്രി നടക്കുന്ന ഗുരുതി പൂജയോടുകൂടിയാണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് പരിസമാപ്തി കുറിക്കുന്നത്. അതിൻ്റെ അവസാന മുഹൂർത്തമാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ അമ്മയുടെ എഴുന്നള്ളത്ത് ഈ രാജവീതിയിലൂടെ വരികയാണ്. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന് മുകളിൽ തിടമ്പേറിയ അമ്മ ഈ രാജവീതിയിലൂടെ നടന്നു വരുന്നു. ഈ രാജവീതിക്ക് ഇരുവശവും ഭക്ത ജനസഹസ്രം അമ്മയെ കാണാൻ, അമ്മയെ നോക്ക് കാണാൻ, അമ്മയുടെ ദർശനം നേടുവാനായി ഭക്തജന സഹസ്രം കാത്തു നിൽക്കുന്നൊരു കാഴ്ച, കണ്ണിന് ആനന്ദം നൽകുന്നൊരു കാഴ്ച. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അനന്തപുരിയുടെ മഹോത്സവം ഇത് കേരളത്തിന്റെ മഹോത്സവമായി മാറുന്ന കാഴ്ച, ലോകത്തിന്റെ മഹോത്സവമായി മാറുന്ന കാഴ്ച. ആറ്റുകാൽ അമ്മയുടെ പൊങ്കാല മഹോത്സവം ഇത് ലോകത്തിന്റെ മഹോത്സവമായി മാറുന്ന കാഴ്ച. അതിന്റെ അവസാനവട്ട ഒരു ഉത്സവം പരിസമാപ്തിയിലേക്ക് എത്തുന്ന അവസാന നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ അമ്മയുടെ തിരുവെഴുന്നള്ളത്ത് മണക്കാട് ശാസ്താവിന്റെ തിരുസന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ അമ്മ മണക്കാട് ശാസ്ത ക്ഷേത്ര സന്നിധിയിലേക്ക് പ്രവേശിക്കും. മണക്കാട് ജംഗ്ഷനിലേക്ക് ഇപ്പോൾ ഈ തിരുവെഴുന്നള്ളത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. റോഡിന് ഇരുവശങ്ങളിലുമുള്ള ഭക്തർ അമ്മയെ എതിരേൽക്കുവാൻ പടുക്ക വെച്ചും താലം വെച്ചും അമ്മയെ എതിരേൽക്കുകയാണ്. ഓരോ സ്ഥലങ്ങളിലും അവിടെ നിന്ന് അമ്മ പടുക്കയും അതോടൊപ്പം പുഷ്പവൃഷ്ടിയും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് തുടങ്ങിയ ഈ പുറത്തെഴുന്നള്ളത്ത് ഇപ്പോഴും ശാസ്താക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ആലോചിക്കണം. ഓരോ സ്ഥലത്തും ഓരോ പ്രധാന ഇടങ്ങളിലും എങ്ങനെയാണ് ആളുകൾ കാത്തു നിൽക്കുകയും ഈ പടുക്ക സമർപ്പിക്കുകയും ചെയ്യുന്നത് എന്നൊക്കെ. ഈ ഉത്സവത്തിൻ്റെ 5-ാം നാൾ ശാസ്താവ് ആറ്റുകാൽ ദേവിയെ കാണാൻ ആറ്റുകാൽ ക്ഷേത്രത്തിലെത്താറുണ്ട്. പക്ഷേ അവിടെ നട അടഞ്ഞു കിടക്കുന്ന സമയമായിരിക്കും. അപ്പോൾ തിരിച്ചു പോകും. ആ നിരാശ തിരിച്ച് അവിടെ ചെന്ന പിണക്കം മാറ്റാനാണ് ദേവി തിരിച്ച് ഈ ഉത്സവത്തിന് ശേഷം തിരിച്ചെഴുന്നള്ളുന്നത് എന്നാണ് വിശ്വാസം. ഏതായാലും ഇന്ന് ശാസ്താക്ഷേത്രത്തിലെത്തി അവിടുത്തെയും ചടങ്ങുകൾ കഴിഞ്ഞ് വീണ്ടും പുറപ്പാട് ഉണ്ടാകും. അത് ക്ഷേത്രത്തിലേക്കാണ്. കുരുതി സമർപ്പണത്തോടെ ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് സമാപനമാവുകയാണ്. അപ്പോൾ ഇന്നും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. സാധാരണഗതിയിൽ അത് പ്രദേശവാസികളെ, ഞാൻ തുടക്കത്തിൽ അങ്ങനെ ചോദിക്കുകയും ചെയ്തു, പ്രദേശവാസികളെ. പക്ഷേ അവിടെ കാത്തു നിൽക്കുന്ന ആളുകളെ കണ്ടാൽ മനസ്സിലാകും മറ്റ് സംസ്ഥാനത്തിന് പുറത്തു നിന്നും ആളുകൾ വരെ ഉണ്ട് അതിന് സാക്ഷിയാകാൻ.
7 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ആറ്റുകാലമ്മയുടെ തിരുമുമ്പിൽ ബാലന്മാർ കുത്തിയോട്ടം നടത്തി. 581 കുട്ടികളാണ് ഇത്തവണ ചടങ്ങിന്റെ ഭാഗമായത്. മഹിഷാസുര മർദ്ദനത്തിൽ മുറിവേറ്റ ദേവിയുടെ ഭക്തന്മാരുടെ സങ്കല്പത്തിലാണ് കുട്ടികളെ കുത്തിയോട്ടം സമർപ്പിക്കുന്നത്. വാദ്യമേളഘോഷങ്ങളും വായ്ക്കുരവയുടെയും മന്ത്രധുനിയിൽ മഞ്ഞപ്പട്ടാമ്പരവും കിരീട കുണ്ഡലങ്ങളും ധരിച്ച ഉണ്ണിക്കണ്ണന്മാരായി കുത്തിയോട്ട ബാലന്മാർ അമ്മയുടെ തിരുസന്നിധിയിൽ അണിനിരന്നു. അഞ്ഞൂറ്റി 581 ബാലകന്മാരാണ് അമ്മയ്ക്ക് അകമ്പടി സേവിക്കാനായി കുത്തിയോട്ടത്തിനായി വ്രതമെടുത്തത്. ക്ഷേത്ര സന്നിധിയിൽ തങ്ങി 7 ദിവസത്തെ കഠിന വ്രതവും 1008 നമസ്കാരവും പൂർത്തിയാക്കിയ ശേഷമാണ് ബാലന്മാർ കുത്തിയോട്ടത്തിന് പങ്കെടുക്കുന്നത്. മഹിഷാസുരമർദ്ദിനിയായ ശ്രീഭദ്രകാളിയുടെ മുറിവേറ്റ ഭടന്മാരാണ് കുത്തിയോട്ട ബാലന്മാർ എന്നാണ് സങ്കല്പം. കുത്തിയോട്ട ബാലന്മാർ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞതോടെ വടക്കേ നടയിലൂടെ അമ്മയുടെ തിടമേറ്റാൻ കരിവീരനുമെത്തി. തുടർന്ന് മണക്കാട് ശാസ്താവിന്റെ സന്നിധിയിലേക്ക് അമ്മ യാത്ര തിരിച്ചു. മണക്കാട് ശാസ്താക്ഷേത്രത്തിലെ ആചാരവിധി പ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷം അമ്മ തിരിച്ചെത്തുന്നതോടെ അകമ്പടി സേവിച്ച കുത്തിയോട്ട ബാലന്മാരുടെ ചൂരൽ അഴിക്കും. ഇതോടെ കുത്തിയോട്ട വ്രതത്തിന് പരിസമാപ്തിയാകും. ജനം, തിരുവനന്തപുരം. അത് കേൾക്കുമ്പോൾ ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പിനെ കുറിച്ചുള്ള ഒരു ചിന്തയുമായി. അതേസമയം ശബരിമല നട മീനമാസ പൂജകൾക്കായി ദർശന ക്രമീകരണത്തിൽ പുതിയ പരിഷ്കാരങ്ങളോടെ ശബരിമല നട ഇന്ന് തുറക്കുകയാണ്. 18-ാം പടി കയറി എത്തുന്ന ഭക്തർക്ക് ഫ്ലൈ ഓവർ ഒഴിവാക്കി നേരിട്ട് ദർശനം നടത്താവുന്ന രീതിയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നത്. വൈകിട്ട് 5-നാണ് നട തുറക്കുക. പുതിയ ദർശന രീതി ഇന്ന് നട തുറക്കുമ്പോൾ മുതൽ നടപ്പിലാകും. 18-ാം പടി കയറി ഇടത്തേക്ക് തിരിഞ്ഞ് ഫ്ലൈ ഓവറിൽ ക്യൂ നിന്ന് ദർശനം നടത്തുന്ന രീതിക്കാണ് മാറ്റം വരിക. പുതിയ സംവിധാനം പ്രകാരം കൊടിമരത്തിന്റെ ഇരുവശത്തും കൂടി 2 നിരയായി അയ്യപ്പന്മാരെ കടത്തിവിട്ട് ബലിക്കൽ പുര വഴി മുന്നോട്ട് നീങ്ങാം. 2 വരികളെയും നീളത്തിലുള്ള കാണിക്ക വഞ്ചുകൊണ്ടാണ് വേർതിരിക്കുന്നത്. ചുരുങ്ങിയത് 20 സെക്കൻഡ് സമയം ദർശനം ഉറപ്പുവരുത്തുന്നതാണ് പുതിയ സംവിധാനം. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് നടപ്പിലാക്കി വിജയിച്ചാൽ സ്ഥിരം ദർശന രീതിയാക്കി മാറ്റും. പുതിയ ദർശന രീതി നടപ്പാക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോം, ബാരിക്കേഡ്, കാണിക്കവഞ്ചി എന്നിവയുടെ നിർമ്മാണം പൂർത്തിയായി. നാളെ മുതൽ 19 വരെയാണ് മീനമാസ പൂജ. നാളെ മുതൽ ദിവസവും ഉദയാസ്തമന പൂജ, പടിപൂജ, കളഭാഭിഷേകം, അഷ്ടാഭിഷേകം, പുഷ്പാഭിഷേകം എന്നിവയും ഉണ്ടാകും. 18-ന് വൈകിട്ട് സഹസ്രകലശ പൂജയും 19-ന് ഉച്ചയ്ക്ക് സഹസ്രകലശാഭിഷേകവുമുണ്ട്. 19-ന് രാത്രി 10-ന് നട അടയ്ക്കും. ജനം, സന്നിധാനം. നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ നിന്ന് പേരും അഡ്രസ്സും അടങ്ങിയ ബോർഡ് ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല. കോഴിക്കോട് മീൻചന്തയിൽ യൂണിറ്റി സെന്റർ എന്ന പേരിലായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. നിരോധിത സംഘടനയാണെങ്കിലും പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എന്ന പേരിൽ ഒരു ബിൽഡിംഗ് ഇപ്പോഴും അറിയപ്പെടുന്നുണ്ട് എന്നതാണ് വിരോധാഭാസം. കഴിഞ്ഞ ദിവസം കൊച്ചിയിലും ഇതേ സംഭവം ഉണ്ടായിരുന്നു. പറവൂരിൽ ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പേരിൽ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിട്ട് പോലും അത് ഇതുവരെ നീക്കം ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടില്ല. മാത്രവുമല്ല, പലതവണ ചൂണ്ടിക്കാണിച്ചെങ്കിൽ പോലും പോലീസ് ആ ഒരു കാര്യത്തിൽ വീഴ്ച വരുത്തി. തുടർന്ന് ജനം TV ഇത് വാർത്തയാക്കുന്നു. വാർത്ത വന്ന് പിറ്റേ ദിവസം പോലീസ് ഇതിൽ ഇടപെടുകയും ആ വെയിറ്റിംഗ് ഷെഡിലെ നിർദോഷം എന്ന് തോന്നാവുന്ന രീതിയിലാണ് ഇതൊക്കെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ അദൃശ്യമായി ഇത്തരം സംഘടനകളുടെ സാന്നിധ്യം വ്യക്തമാക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.
ശരി, ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഇത്തരത്തിൽ കൊച്ചിയിലെ സംഭവം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതുപോലെ തന്നെയാണ് കോഴിക്കോട്. ഇത്രയും നാളായിട്ട് എന്തുകൊണ്ടാണ് ഈ ഓഫീസിനെതിരെ നടപടിയൊന്നും എടുക്കാത്തത് എന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വിശദീകരണം ലഭിക്കുന്നുണ്ടോ? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? മീഞ്ചന്ത ചെറുവണ്ണൂർ റൂട്ടിൽ പഴയ ദേശീയപാതയോട് സമീപത്ത് തന്നെയാണ് നമുക്ക് ടൗണിൽ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായിട്ടുള്ള യൂണിറ്റി ഹൗസ് പ്രവർത്തിച്ചിരുന്നത്. 6 വർഷത്തോളം അവിടെ യൂണിറ്റി ഹൗസ് പ്രവർത്തിച്ചിരുന്നു. ആ സമയത്ത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന സമയത്ത് ദേശവ്യാപകമായ റെയ്ഡ് നടത്തിയ സമയത്ത് NIA ഉൾപ്പെടെയുള്ള സംഘടനകൾ ഏജൻസികൾ പരിശോധന നടത്തിയ സ്ഥലവും കൂടിയാണ് യൂണിറ്റി ഹൗസ്. പോലീസ് സീൽ വെച്ച് പോയെങ്കിലും പക്ഷേ ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട അവരുടെ പരസ്യം എന്ന് പറയപ്പെടുന്ന രീതിയിലുള്ള അവരുടെ ബോർഡുകൾ അവിടെ നിന്ന് മാറ്റാൻ ആരും തയ്യാറായിട്ടില്ല. പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മാറ്റാൻ തയ്യാറായിട്ടില്ല. പിന്നീട് അവിടുന്ന് നാട്ടുകാർ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയും ഈ ബോർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഈ യൂണിറ്റി ഹൗസ് എന്ന് പറയുന്ന സ്ഥാപനം പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ഥാപനങ്ങളൊക്കെ റെയ്ഡ് ചെയ്ത സമയത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു സ്ഥലം കൂടിയാണിത്. കാരണം ഹവാല ഇടപാടുകൾ ഉൾപ്പെടെ വിദേശത്ത് നിന്ന് പണം ഉൾപ്പെടെ വന്നത് ഈ ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു. ആ പണത്തിന്റെ ക്രോഡീകരണവും സമാഹരണവും ഒക്കെ നടന്നിരുന്നത്. വിദേശത്തായിരുന്ന പോപ്പുലർ ഫണ്ട് പ്രവർത്തകരിൽ നിന്ന് ആ പണം സമാഹരിക്കുകയും അത് വിവിധ സ്ഥലങ്ങളിലേക്ക് അയക്കുകയും ഒക്കെ ചെയ്തത് ഇവിടെ നിന്നായിരുന്നു. ഈ സ്ഥലത്ത് നിന്ന് ഉൾപ്പെടെ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരവധി നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുകയും മറ്റും ചെയ്തു കൊണ്ടുവരുന്നു. നിരവധി കണക്കായിട്ടുള്ള അക്കൗണ്ടുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ പ്രവർത്തിച്ചിരുന്നത് ഈ ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു എന്ന തരത്തിലുള്ള കണ്ടെത്തലുകളൊക്കെ NIA നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഓഫീസിന്റെ സ്ഥാപനമാണ്, അല്ലെങ്കിൽ ആ ഓഫീസിൽ നിന്ന സ്ഥലമാണ് ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസ് എന്ന രീതിയിൽ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വിരോധാഭാസം. 2022 സെപ്റ്റംബറിൽ ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു. പക്ഷേ 2.5 വർഷത്തിന് ശേഷവും ആ കെട്ടിടം മീഞ്ചന്ത ആർട്സ് കോളേജിന് നേരെ എതിർവശത്തുള്ള ഓഫീസ്, പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസ് എന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വിരോധാഭാസമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ NIA ഉൾപ്പെടെയുള്ള ഏജൻസികൾ കണ്ടതുപോലെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക്, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊക്കെ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന, അതിന്റെ കേരളത്തിലെ തന്നെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചിരുന്ന, അതിനായിട്ടുള്ള ഫണ്ടുകൾ സമാഹരിച്ചിരുന്ന, ഫണ്ടുകൾ കൊണ്ടുവന്നിരുന്ന, അതിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന, അതിന്റെ പേരിൽ നിരവധിയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ അറസ്റ്റ് ചെയ്തിരുന്ന സ്ഥാപനമാണ് ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസ് എന്നുള്ള രീതിയിൽ തന്നെ അറിയപ്പെടുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. യൂണിറ്റി ഹൗസ് എന്ന പേരിലായിരുന്നു അതിന്റെ പ്രവർത്തനമൊക്കെ നടന്നിരുന്നത്. 6 കൊല്ലത്തോളം യൂണിറ്റി ഹൗസ് എന്ന പേരിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് അവിടെയായിരുന്നു നിലനിന്നിരുന്നത്. മീഞ്ചന്ത ആർട്സ് കോളേജിന് നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിംഗിൽ 3ാമത്തെ നിലയിലാണ്. ഇപ്പോഴും നമുക്ക് അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കേരളയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന രീതിയിലാണ് ഒറ്റ നോട്ടത്തിൽ. അതായത് അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബിൽഡിംഗ് അതുപോലെ തന്നെ നിലനിൽക്കുന്നു. മറ്റ് നടപടികളിലേക്കൊന്നും പോലീസിന് കടക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഒരു നിരോധിത സംഘടനയുടെ പേരിലുള്ള സ്ഥാപനം അല്ലെങ്കിൽ പേരിൽ ഒരു കെട്ടിടം ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നുള്ളത് ശരിയോ തെറ്റോ എന്നുള്ളത് കണ്ടെത്തേണ്ടതും അതിന്റെ തുറന്നറിവ് സ്വീകരിക്കേണ്ടതും തീർച്ചയായിട്ടും നിയമപാലകരാണ്. അത്തരത്തിലുള്ള നടപടികളിലേക്ക് അവർ ഇനിയെങ്കിലും കടക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, ഗോകുൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. നിരോധിത സംഘടനയായ PFIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ ബോർഡ് ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നു. ഒരു ബോർഡ് വെച്ച് ഒരു ഓഫീസ് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഓഫീസ് അങ്ങനെ കെട്ടിടത്തിന് ഒരു ബോർഡ് ഉണ്ട് എങ്കിൽ അങ്ങനെ ഒരു ഓഫീസ് ഉണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇപ്പോഴും അതവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അറിയാതെയെങ്കിലും ആളുകളുടെ വായിൽ ഈ ഓഫീസിനെ ചുറ്റിപ്പറ്റിയുള്ള ചില സൂചനകളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഇതെല്ലാം സമൂഹത്തിൽ എത്ര കണ്ട് സജീവമാക്കി നിർത്തുന്നു ഇങ്ങനൊരു സംഘടന എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് കൂടി നൽകാനുള്ളത്, ഈ നിരോധിത ഭീകര സംഘടനയായ PFIയെ സജീവമാക്കാൻ, വീണ്ടും ഉണർത്തിയെടുക്കാൻ ചില സമൂഹ മാധ്യമ കൂട്ടായ്മകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. വിവിധ ജനകീയ വിഷയങ്ങളുടെ പേരിലാണ് ഈ കൂട്ടായ്മകൾ. ഭീകരവാദ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷം ഉൾവലിഞ്ഞു നിന്ന ചിലരാണ് വീണ്ടും സംഘടിക്കുന്നത് എന്നാണ് അറിയുന്നത്. രേഷ്മ ബാബു വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. രേഷ്മ, ഇതിൽ ഈ PFI നിരോധിത ഭീകര സംഘടനയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആ സംഘടന, അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ സംഘടന വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി, രാജ്യവിരുദ്ധത ചൂണ്ടിക്കാട്ടി തന്നെ നിരോധിക്കപ്പെടുമ്പോൾ അതിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ എങ്ങോട്ട് പോയി എന്ന ചോദ്യങ്ങളുണ്ട്. നേതാക്കന്മാരെ പലരെയും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അതിൽ പ്രവർത്തിച്ചിരുന്ന പ്രവർത്തകരുണ്ട്. അവരെങ്ങോട്ട് പോയി എന്ന സംശയമാണ് പലപ്പോഴും ഉണ്ടായത്. ചിലരൊക്കെയും തെറ്റുതിരുത്താൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ബഹുഭൂരിപക്ഷവും അത് തിരുത്താൻ തയ്യാറായിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണോ ഈ സമൂഹ മാധ്യമ കൂട്ടായ്മകൾ വീണ്ടും സജീവമാകുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ സത്യത്തിൽ തേടിയാൽ മാത്രമേ എന്താണ് ഇതിൻ്റെ പിന്നിൽ എന്ന് വ്യക്തമാവുകയുള്ളൂ. രേഷ്മ, ഈ ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ സമൂഹ മാധ്യമ കൂട്ടായ്മകൾക്ക് പിന്നിൽ PFI ഉണ്ട് എന്ന് സംശയിക്കാൻ കാരണം എന്താണ്?
വീണ, PFI നിരോധനത്തിന് ശേഷം ഈ യുവജന കൂട്ടായ്മകളാകട്ടെ, അതോടൊപ്പം തന്നെ വാട്സപ്പ് കേന്ദ്രീകരിച്ചുള്ള കൂട്ടായ്മകളാകട്ടെ, ഇവയൊക്കെ തന്നെ അതിൻ്റെ അഡ്മിന്മാരാണെങ്കിലും അതിലുള്ള ആൾക്കാരാണെങ്കിലും, അതായത് മെമ്പർമാരാണെങ്കിലും ഉൾവലിഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പോൾ വീണ്ടും സജീവമാകുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതായത് യുവജന കൂട്ടായ്മകൾ രൂപീകരിക്കാനും അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പുതിയ കൂട്ടായ്മകൾ രൂപീകരിക്കാനുമുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. SDPIയുടെ അതോടൊപ്പം തന്നെ മറ്റ് ചില സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. SDPIയുടെ ബന്ധം ഇതുമായി ബന്ധപ്പെട്ട് PFIയുടെ രാഷ്ട്രീയ രൂപമാണ് SDPI. അതുകൊണ്ട് തന്നെ SDPIയുടെ ചില ബന്ധങ്ങൾ നിലവിൽ അവർ നടത്തുന്ന PFIയുടെ മറവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. ED അതോടൊപ്പം തന്നെ NIAയുടെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഈ വാട്സപ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട്, ഫേസ്ബുക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയ കൂട്ടായ്മകൾ രൂപപ്പെടുന്നത്. ഈ പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള മുന്നേ PFIയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന, ഇപ്പോൾ സജീവമായിട്ട് SDPIയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള ഇടങ്ങളിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ രൂപപ്പെടുന്നത്. ഈ കൂട്ടായ്മകളുടെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് കോളിളക്കം സൃഷ്ടിച്ച കൊലപാതകങ്ങൾ, മറ്റു ദുരന്തങ്ങൾ, ചികിത്സാ സഹായം, അതായത് അവിടുത്തെ പ്രാദേശിക തലത്തിൽ ആവശ്യമായിട്ട് വരുന്ന ചികിത്സാ സഹായങ്ങൾ, ഇവയുടെയൊക്കെ തന്നെ പേരിലാണ് ഒരു ജനകീയ പരിവേഷം ഉണ്ടാക്കിക്കൊണ്ട് കൂട്ടായ്മകൾ ഉണ്ടാക്കും. സമൂഹ മാധ്യമങ്ങളിൽ വൻ ഗ്രൂപ്പുകൾ ഉണ്ടാക്കും. ആ ഗ്രൂപ്പുകളാണ് പിന്നീട് ഈ ഒരു യോഗങ്ങൾ നടത്തുന്ന രീതിയിലേക്കൊക്കെ തന്നെ മാറുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു ജനകീയ പരിവേഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ജനകീയ മുഖമുള്ള, അതായത് പ്രാദേശിക തലത്തിൽ തന്നെ പൊതുസമ്മതനായിട്ടുള്ള വ്യക്തികളെ ഈ ഗ്രൂപ്പുകളിൽ ചേർക്കും. പക്ഷേ അഡ്മിന്മാർ പിന്നീട്, അതായത് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് PFIയുടെ പ്രവർത്തനം എന്തായിരുന്നോ ചെയ്തുകൊണ്ടിരുന്നത്, ആ പ്രവർത്തനങ്ങൾ ഒരു മറ സൃഷ്ടിച്ചുകൊണ്ട് നടത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആദ്യം പൊതുസമ്മതനായിട്ടുള്ള വ്യക്തികളെ ഒക്കെ തന്നെ ഈ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ അല്ലെങ്കിൽ ആ ഗ്രൂപ്പുകളിൽ ചേർക്കപ്പെട്ടതിന് ശേഷം പിന്നീട് അവരെ അങ്ങ് ഒഴിവാക്കും. എന്നിട്ട് സ്വാഭാവികമായിട്ടും എന്താണോ അവരുടെ ഉദ്ദേശം ആ ഉദ്ദേശത്തിലേക്ക് നടന്നെടുക്കുകയാണ് പതിവ്. എന്തായാലും നിലവിൽ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമ കൂട്ടായ്മകൾ രൂപപ്പെട്ടു വരുന്നത്. അവ പിന്നീട് പ്രത്യക്ഷത്തിൽ തന്നെ ചില യോഗങ്ങൾ നടത്തും. ആ യോഗങ്ങളിലൊക്കെ തന്നെ സംസാര വിഷയം അല്ലെങ്കിൽ അജണ്ടകളും ആകുന്നത് PFIയുടെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. നമുക്കറിയാം, നേരത്തെ PFI നിരോധിച്ചതിന് ശേഷം ചില യുവജന സംഘടനകളെയൊക്കെ തന്നെ രൂപപ്പെടുത്തിയെടുക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടന്നിരുന്നു. അത് SDPIയുടെ ഒക്കെ തന്നെ നേതൃത്വത്തിലായിരുന്നു. ആ കാര്യങ്ങളൊക്കെ തന്നെ തടസ്സപ്പെട്ട ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ചികിത്സാ സഹായങ്ങളാകുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾ അതിൽ കൂടുതൽ പങ്കാളിത്തം വഹിക്കും. ജനകീയരായിട്ടുള്ള ആളുകൾ അതിൽ പങ്കാളികളാകും. അതായത് അതിൻ്റെ അഡ്മിൻ ആകുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ രക്ഷാധികാരി എന്നുള്ള രീതിയിൽ ചുമതല വഹിക്കുവാനോ ജനകീയ പരിവേഷമുള്ള ആളുകൾ രംഗത്ത് വരും. പിന്നീട് അവരെ ഈ പ്രസ്തുത അഡ്മിന്മാർ, അതായത് ഈ SDPIയുടെ സ്വാധീനമുള്ള അഡ്മിന്മാർ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇത്തരം ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് NIA കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ആ ഗ്രൂപ്പുകൾ നടത്തുന്ന യോഗങ്ങൾ, അവരുടെ രഹസ്യ കൂട്ടായ്മകൾ, ഇതൊക്കെ തന്നെയായിരിക്കും പരിശോധനാ വിഷയം. എന്തായാലും പെരുമ്പാവൂർ പോലെയുള്ള SDPIയുടെ ശക്തി കേന്ദ്രങ്ങൾ, നേരത്തെ PFIയുടെ ശക്തി കേന്ദ്രങ്ങളായ ഇവിടങ്ങളിൽ നേരത്തെ തന്നെ പ്രവർത്തിച്ചിരുന്ന വ്യക്തികളുടെ അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി ഗ്രൂപ്പുകൾ രൂപീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നിട്ടുള്ളത്. എന്തായാലും കൃത്യമായിട്ട് രഹസ്യാന്വേഷണ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നേരത്തെ PFIയുടെ നിരോധനത്തിന് ശേഷം ഉൾവലിഞ്ഞു നിന്ന യുവജന സംഘടനകളാകട്ടെ, അതിൽ പ്രവർത്തിച്ചവരാകട്ടെ, അവരൊക്കെ തന്നെ പ്രത്യക്ഷത്തിൽ വന്നുകൊണ്ട് ഇത്തരത്തിൽ ഒരു സമൂഹ മാധ്യമ അക്കൗണ്ട് വഴി പൊതു കൂട്ടായ്മകൾ രൂപീകരിച്ചുകൊണ്ടാണ് ഈ PFI എന്തായിരുന്നോ ചെയ്തിരുന്നത് ഭീകരവാദ പ്രവർത്തനങ്ങൾ, അവ ചെയ്യുവാനായിട്ടുള്ള പ്രചോദനം ആളുകൾക്കിടയിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. വീണ, ഓക്കെ, ശരി രേഷ്മ, ഗുരുതരമായ സാഹചര്യമാണെന്ന് തന്നെ പറയേണ്ടി വരും. സേവാഭാരതിക്ക് എല്ലായിടത്തും പാലിയേറ്റീവ് യൂണിറ്റുകളുണ്ട്. എന്നാൽ മാവേലിക്കര ചെറിയനാട് സേവാഭാരതിയുടെ പാലിയേറ്റീവ് യൂണിറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. 2 വനിതകളാണ് ഇവിടെ പാലിയേറ്റീവ് യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. രോഗികൾക്ക് പരിചരണത്തിനൊപ്പം സാന്ത്വനവും ആശ്വാസവും പകരുന്ന സുചിത്രയും മായയും നാട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ടവരാണ്. ചെറിയ നാട്ടുകാർ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട് സുചിത്രയും മായയും. നാട്ടിലെ ഓരോ വീടും അവിടുത്തെ അംഗങ്ങളും 2 പേർക്കും വേണ്ടപ്പെട്ടതാണ്.
രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പ്രവർത്തിക്കുന്നതെങ്കിലും ആവശ്യക്കാർ വിളിച്ചാൽ 2 പേരും ഓടിയെത്തും. നേഴ്സായ സുചിത്ര 1 വർഷമായി ചെറിയനാട് സേവാഭാരതിക്കൊപ്പമുണ്ട്. പാലിയേറ്റീവിന് പുതിയ വാഹനം വന്നതോടെ ഡ്രൈവറായി മായയും എത്തി. രണ്ടുപേരും കൂടി ചേർന്നതോടെ പാലിയേറ്റീവ് യൂണിറ്റും ഉഷാറായി. ദിവസം 25 മുതൽ 30 വീടുകൾ വരെ കയറും. ഒരുപാട് അനുഭവങ്ങൾ നേരിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഓരോ രീതിയിലും ഇപ്പം ചെല്ലുന്ന ചില വീടുകളിൽ കിടപ്പ് രോഗികൾ ചിലപ്പോൾ അവരെ നോക്കാണ്ട് മക്കൾ അങ്ങനെ അങ്ങ് നോക്കാണ്ട് തറപ്പിച്ച് ഇട്ടേക്കുമല്ല. പക്ഷേ എങ്കിൽ ചില സമയങ്ങളിൽ നമ്മൾക്ക് മൂക്കുപൊത്തി പോകേണ്ട ഒരു സിറ്റുവേഷനാണ് ചില വീടുകളിൽ. അപ്പോൾ അത് നമ്മൾ ചെന്ന് അവരെ നല്ല രീതിക്ക് തന്നെ ആ പേഷ്യൻറ്റിനെ നോക്കി അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള ബുദ്ധിമുട്ട് നമുക്ക് നേരിടേണ്ടി വന്നത്. എന്നാലും നമ്മൾ പറഞ്ഞ് അവിടെ ആളുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. രണ്ടുപേരും സ്ത്രീകളായതിനാൽ പരസ്പര ധാരണയിൽ ജോലിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഇവർ പറയുന്നു. വൈകിട്ട് സുജി വിളിച്ച് പറയും, ചേച്ചി നാളെ 9:30 ആകുമ്പോഴത്തേന് ഇറങ്ങണം. അപ്പോഴത്തേന് ഞാനിവിടെ വന്നേക്കും. സുജി ആ സമയം കറക്റ്റ് സമയമാകുമ്പോൾ വരും. അങ്ങനെ ഞങ്ങൾ 2 മണി വരെ ഒരേ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ സഹകരിച്ചു പോകുന്നത്. ഇനിയും സേവാഭാരതിക്കൊപ്പം മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇരുവരുടെയും തീരുമാനം. പിന്തുണയുമായി 2 പേരുടെ കുടുംബങ്ങളും ഒപ്പമുണ്ട്. ജനം, ആലപ്പുഴ. ഹരിപ്പാട് കുമാരപുരത്ത് നിന്ന് 10 വർഷം മുൻപ് കാണാതായ യുവാവിനെ കൊലപ്പെടുത്തിയതെന്ന് സംശയം. പോലീസിന്റെ പ്രത്യേക സംഘം അന്വേഷണം ഊർജിതമാക്കി. 2015 നവംബറിലാണ് കുമാരപുരം സ്വദേശി രാകേഷിനെ കാണാതായത്. 2015 നവംബറിലാണ് കുമാരപുരം പഞ്ചായത്ത് 15-ാം വാർഡിൽ പുത്തൻ വീട്ടിൽ രാകേഷിനെ കാണാതാവുന്നത്. ആശാരിപ്പണിക്കാരനായിരുന്ന രാകേഷിന് കാണാതാകുമ്പോൾ 30 വയസ്സായിരുന്നു. അമ്മ രമയോട് സംസാരിച്ചിരുന്ന രാകേഷ് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പിന്നീട് ആരും രാകേഷിനെ കണ്ടിട്ടില്ല. അന്ന് മുതലേ പോലീസ് ഉദ്യോഗസ്ഥർ ഇതിന്റെ പുറകിലുണ്ടായിരുന്നു. ഞാൻ DSPക്കും IG-ക്കൊക്കെ പരാതി പോയിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് അന്വേഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് അങ്ങനെയൊക്കെ ഒരുപാട് അന്വേഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അമ്മയുടെ പരാതിയിൽ ഹരിപ്പാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും 10 വർഷങ്ങൾക്കിപ്പുറവും രാകേഷിന് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തിയിട്ടില്ല. കാണാതായതിന്റെ പിറ്റേ ദിവസം വീടിന് തൊട്ടടുത്ത റോഡിൽ തളം കെട്ടി നിൽക്കുന്ന രക്തവും മുടിയും കണ്ടെത്തിയതോടെ രാകേഷിന്റേത് കൊലപാതകമാണെന്ന് ബന്ധുക്കളും നാട്ടുകാരും ആരോപിച്ചിരുന്നു. എന്നാൽ രാകേഷിന്റെ മൃതദേഹമോ അപായപ്പെടുത്തിയതിന് സാക്ഷികളോ തുടങ്ങി കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു തെളിവും പോലീസിന് ലഭിച്ചില്ല. ഇതോടെ അന്വേഷണം വഴിമുട്ടി. മോനെ കൊന്നതാണ്, എൻ്റെ മോനെ കൊന്നതാണ്. അന്ന് മുതൽ ഞാൻ പറയുന്നത് എനിക്ക് സംശയമുള്ളവരുടെ ഒക്കെ പേര് ഞാൻ ഹൈക്കോടതിയിലും പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്നും ആ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാണാതായവരെ കുറിച്ചുള്ള കേസുകൾ വീണ്ടും പരിശോധിച്ചപ്പോഴാണ് രാകേഷിന്റെ തിരോധാനം വീണ്ടും അന്വേഷിക്കാൻ ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകിയത്. വീടിനടുത്ത് നിന്ന് കണ്ടെത്തിയ മുടിയും രക്തവും രാകേഷിന്റേത് തന്നെയെന്ന് DNA പരിശോധനയിലൂടെ വ്യക്തമായിരുന്നു. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. കായംകുളം DYSPക്കാണ് അന്വേഷണ ചുമതല. കൊലപാതക കേസിലെ പ്രതിയായിരുന്ന രാകേഷിന്റേത് മുൻ വൈരാഗ്യത്തെ തുടർന്നുള്ള കൊലപാതകമാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കേസന്വേഷണത്തിന്റെ ഭാഗമായി നിരവധി പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. കുറ്റക്കാരായ ആളുകളെ എനിക്ക് സാമ്പത്തികമില്ല, എനിക്ക് ഗതിയില്ല. എൻ്റെ മോനെ ചെയ്തവർക്കെല്ലാം ഇഷ്ടംപോലെ പൈസയുള്ള പാർട്ടികളാണ്. അതുകൊണ്ട് പുറത്ത് കൊണ്ടുവരണം. അന്ന് മുതൽ ഞാൻ ഇതിന്റെ പുറകെ നടക്കുക. 10 വർഷങ്ങൾക്കിപ്പുറവും മകന് എന്ത് സംഭവിച്ചു എന്നറിയാൻ കാത്തിരിക്കുകയാണ് ഒരമ്മ. ജനം, ആലപ്പുഴ. കൊച്ചി കളമശ്ശേരിയിൽ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. കളമശ്ശേരി പോളിടെക്നിക് കോളേജിന്റെ ഹോസ്റ്റലിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. 2 കിലോയോളം കഞ്ചാവാണ് പിടികൂടിയത്. സംഭവത്തിൽ 3 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. SFI ഭരിക്കുന്ന ക്യാമ്പസിലെ ഹോസ്റ്റലിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. രേഷ്മ ബാബു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രേഷ്മ, എന്താണ് വിശദാംശങ്ങൾ? ദേവിക, കളമശ്ശേരിയിലെ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ മെൻസ് ഹോസ്റ്റലിൽ നിന്നുമാണ് കഞ്ചാവ്
പിടികൂടിയിട്ടുള്ളത്. 1.9 കിലോഗ്രാം എന്നാണ് FIR-ൽ പറഞ്ഞിരിക്കുന്നത്. 2 വിദ്യാർത്ഥികളെ ഇതുമായി ബന്ധപ്പെട്ട് 3 വിദ്യാർത്ഥികളെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത് SFI നാളുകളായിട്ട് ഭരിക്കുന്ന ക്യാമ്പസിൽ നിന്നാണ്. നേരത്തെ ഇവിടെ KSU ഭരണം നടത്തിയിരുന്നു. എന്തായാലും ക്യാമ്പസിൽ നിന്ന് ഈ 2 കിലോയേക്കാൾ കൂടുതൽ കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ രേഖാമൂല FIR-ൽ പറയുന്നത് 1.9 കിലോഗ്രാം എന്നാണ്. ആകാശ്, ആദിത്യൻ തുടങ്ങിയ പേരുകളിലുള്ള വിദ്യാർത്ഥികളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും പൊതികളാക്കിയായിരുന്നു കഞ്ചാവ് വെച്ചിരുന്നത് വിൽപ്പനയ്ക്കായിട്ട്. അതായത് നേരത്തെ ക്യാമ്പസിൽ ഹോളി ആഘോഷം നടന്നിരുന്നു. രാത്രിയിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് കഞ്ചാവ് അവിടെ ഹോസ്റ്റലിൽ കുട്ടികൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ 2 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത്. കളമശ്ശേരി പോലീസിന്റെയും അതോടൊപ്പം തന്നെ ഡാൻസ് ഓഫ് സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു, സംയുക്തമായിട്ടായിരുന്നു പരിശോധന നടന്നത്. നേരത്തെ അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയെ കഞ്ചാവ് കൈവശം വെച്ചതിന് പോലീസ് പിടികൂടിയിരുന്നു. തുടർന്ന് വീണ്ടും ആ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ക്യാമ്പസ് കേന്ദ്രീകരിച്ചും പോലീസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം നിരീക്ഷണം നടത്തിയിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഒരു രഹസ്യ വിവരം ലഭിക്കുന്നത്. പെരിയാർ എന്നാണ് ഈ മെൻസ് ഹോസ്റ്റലിന്റെ പേര്. പെരിയാർ മെൻസ് ഹോസ്റ്റലിലെ 2 റൂമുകളിലായിട്ടാണ് കഞ്ചാവ് വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഭാരം കൂടുതൽ, അതായത് കൂടുതൽ അളവിലുള്ള കഞ്ചാവാണ് എത്തിച്ചിട്ടുള്ളത് തുടങ്ങിയ രഹസ്യ വിവരമായിരുന്നു പോലീസിന് ലഭിച്ചത്. ആദ്യഘട്ടത്തിൽ അതിൽ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തിയിരുന്നു. അത് സ്ഥിരീകരിച്ച ശേഷമാണ് ക്യാമ്പസിനുള്ളിലേക്ക് പോലീസ് പ്രവേശിച്ചത്. സാധാരണ രീതിയിൽ ഒരു ക്യാമ്പസിൽ പോലീസ് പ്രവേശിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് കഞ്ചാവൊക്കെ തന്നെ അവിടെ ഉണ്ട് എന്ന് വിവരം ലഭിച്ചു കഴിഞ്ഞാൽ അതിലൊരു അന്വേഷണം, ആ വിവരം സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ പോലീസ് അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുകയുള്ളൂ. ഡാൻസ് ഓഫ് സംഘത്തിന്റെയും സഹായം പിന്നീടായിരുന്നു കളമശ്ശേരി പോലീസ് തേടിയത്. എന്തായാലും രഹസ്യ വിവരം അത് സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെ രാത്രി 9 മണിയോടുകൂടി പോലീസ് സംഘവും അതോടൊപ്പം തന്നെ ഡാൻസ് ഓഫ് സംഘവും കോളേജ് ഹോസ്റ്റലിൽ എത്തി. അതിനുശേഷം രാവിലെ 4 മണിയോടുകൂടിയാണ് ഈ പരിശോധന പൂർത്തീകരിച്ചത്. എന്തായാലും നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത് 2 കിലോഗ്രാമോളം കഞ്ചാവ് തന്നെയാണ്. 3 വിദ്യാർത്ഥികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. കഞ്ചാവ് ആരാണ് എത്തിച്ചെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. ആ ആളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കും കടക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നേരത്തെ തന്നെ നിലവിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകൾ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ തന്നെ വിൽപ്പനയ്ക്ക് കൊണ്ടുവരികയും ചില വിദ്യാർത്ഥി സംഘങ്ങളുടെ നേതൃത്വത്തിൽ വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നു. അതായത് ഇതിന്റെ ഒരു രീതി എന്ന് പറയുന്നത് ചെറിയ പൊതികളാക്കി വെച്ചിട്ട് ആവശ്യക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ മെൻസ് ഹോസ്റ്റലിലെ കഞ്ചാവ് വിൽപ്പനക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ റൂമുകളിലേക്ക് എത്താം. അവർ കൃത്യമായിട്ട് പണം വാങ്ങിക്കൊണ്ട് ഈ കഞ്ചാവ്, അതായത് ചെറിയ പൊതികളിലാക്കിയിട്ടുള്ള കഞ്ചാവ് ഈ പറയുന്ന ആവശ്യക്കാർക്ക് നൽകുകയും ചെയ്യും. എന്തായാലും ഹോളി ആഘോഷത്തിന്റെ മറവിലായിരുന്നു വലിയ രീതിയിലുള്ള കഞ്ചാവ് വിൽപ്പന നടന്നിരുന്നത്. എന്തായാലും പോലീസിന് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് രാത്രിയിൽ പരിശോധന നടത്തിയത്. എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കളമശ്ശേരി പോലീസാണ് കേസ് എടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. എവിടെ നിന്നാണ് കഞ്ചാവ് വരുന്നത്, അതോടൊപ്പം തന്നെ ആരൊക്കെയാണ് ഇതിന്റെ ഇടനിലക്കാർ, ഇതൊക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് സംഘം കടക്കുന്നത്. എന്തായാലും ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ സിന്തറ്റിക് ലഹരിയാകട്ടെ, കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകളാകട്ടെ, ഇതൊക്കെ തന്നെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. വിൽപ്പനക്കാരായിട്ട് വിദ്യാർത്ഥികൾ മാറുന്നുണ്ട് എന്നതിന്റെ വലിയൊരു തെളിവ് തന്നെയാണ് ഇപ്പോൾ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് വിദ്യാർത്ഥി സംഘടനകൾ സജീവമായിട്ടുള്ള ക്യാമ്പസ്, അതും പ്രത്യേകിച്ച് SFI കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രചാരം നടത്തിയത് ലഹരി മരുന്നിനെതിരായിട്ടുള്ള വലിയൊരു വാരാഘോഷം തന്നെ നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർ ഭരിക്കുന്ന അതേ കോളേജിൽ, നേരത്തെ KSU ഭരിച്ചിരുന്ന കോളേജിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള കഞ്ചാവ് വേട്ട നടത്തിയിട്ടുള്ളത്. അതായത് ഒരു വശത്തൂടെ പരിശോധനകൾ നടക്കുമ്പോഴും മറ്റൊരു വശത്തൂടി ഇത്തരം കാര്യങ്ങളെ അങ്ങ് മാത്രമല്ല, സഭയിൽ പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞതും അത് തന്നെയാണ്. ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഒരു ബുള്ളറ്റിനിൽ തന്നെ എത്ര ഒറ്റപ്പെട്ട സംഭവങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അതെ. ഇനി മറ്റൊരു വാർത്ത ദേവിക, നമ്മൾ ഒരിക്കലും ഇന്നെങ്കിലും കേൾക്കാതിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന വാർത്തയാണ് ഈ കത്തികുത്തും കൊലപാതകവും. പക്ഷേ ഇന്നുമുണ്ട്. പാലക്കാട് വടക്കാഞ്ചേരിയിലാണ് യുവാവ് കുത്തേറ്റ് മരിച്ചത്. വടക്കാഞ്ചേരി മംഗലം ചോഴിയങ്കാട് സ്വദേശി മനു ആണ് മരിച്ചത്. സുഹൃത്തായ ചോഴിയങ്കാട് സ്വദേശി വിഷ്ണുവിനെ പോലീസ് പിടികൂടി. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് സംഭവം ഉണ്ടായത്. അരുൺ ആലത്തൂർ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഇവിടെ എന്തായിരുന്നു കാരണം? സാമ്പത്തികമായിട്ടുള്ള തർക്കമാണ് ഈ കത്തിക്കുത്തിൽ കലാശിച്ചത് എന്നുള്ള
പോലീസ് പറയുന്നത് പാലക്കാട് വടക്കഞ്ചേരിയിലാണ് യുവാവ് കുത്തേറ്റ് മരിച്ചിരിക്കുന്നത്. വടക്കഞ്ചേരി മംഗലം ചോഴിയങ്കാട് സ്വദേശിയായ മനു എന്ന 24-കാരനാണ് മരിച്ചത്. ഈ മനുവിന്റെ സുഹൃത്തായ ചോഴിയങ്കാട് സ്വദേശി തന്നെയായ വിഷ്ണു എന്ന 23-കാരൻ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. വ്യാഴാഴ്ച അർദ്ധരാത്രി ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നു. മനുവും സുഹൃത്തായ വിഷ്ണുവും തമ്മിൽ സാമ്പത്തികമായ തർക്കമുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തർക്കം പിന്നീട് കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു. കുത്തേറ്റ മനുവിനെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 1 മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു എന്നതാണ്. ഇപ്പോൾ ഈ പ്രതി ആലത്തൂർ പോലീസിന്റെ പിടിയിലായിട്ടുമുണ്ട്. ഓക്കെ, ശരി അരുൺ. ലഹരിയും അക്രമവും കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് വന്യമൃഗശല്യം തന്നെയാണ്. ഏത് നിമിഷവും വന്യമൃഗങ്ങൾ ആക്രമിക്കുമെന്ന ഭീതിയിലാണ് നിലമ്പൂരിലെ മലയോരവാസികൾ. 4 മാസത്തിനിടെ 3 ജീവനുകൾ കാട്ടാനയുടെ ആക്രമണത്തിൽ പൊലിഞ്ഞു. 100-ലേറെ കുടുംബങ്ങളുള്ള അപ്പൻകാപ്പ കോളനി നിവാസികളും പുറത്തിറങ്ങാൻ കഴിയാതെ ഭീതിയിലാണ്. വന്യമൃഗ ആക്രമണത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് നിലമ്പൂരിലെ മലയോരവാസികൾ. ഏതു നിമിഷവും വന്യജീവി ആക്രമണം ഉണ്ടാകുമെന്ന ഭീതിയോടെയാണ് ഇവർ ഇവിടെ കഴിയുന്നത്. 100 കണക്കിന് കുടുംബങ്ങളാണ് കടുത്ത പ്രതിസന്ധിയിൽ. അപ്പൻകാപ്പ് കോളനിവാസികൾക്കും കുറേയേറെ ഭീതിയുടെ കഥകൾ പറയാനുണ്ട്. നല്ല ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ആഴ്ച അംഗനവാടിൻ്റെ അതിൽ ആന പെട്ടെന്ന് ഇറങ്ങി കുട്ടികളെ നേരെ വരികയൊക്കെ ചെയ്തിരുന്നു. എന്നിട്ട് ആ വീടിൻ്റെ നേരെ മുന്നിൽ കൂടെ, ഞാനിവിടെ ഇല്ലാത്ത സമയത്താണ്, പക്ഷെ ഇവിടെ വന്നവരൊക്കെ ഞാൻ വരുമ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. ആന പകൽ വന്നുകൊണ്ട് കുട്ടികളെ നേരെ ഓടി വരികയും അംഗനവാടിൻ്റെ അതിൽ പോയി പിന്നെ ടീച്ചറും കുട്ടികളും എല്ലാവരും പേടിച്ച് അംഗനവാടിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കയറുന്ന ഒരു സാഹചര്യമൊക്കെ ഇവിടെ ഉണ്ടായി. ആ ആനയ്ക്ക് മതപ്പാടുണ്ടെന്നാണ് പറയുന്നത്. അത് നമുക്ക് കാണുമ്പോൾ അറിയും ഇതിലേക്ക് ഒഴുകി ഇങ്ങനെ വരുന്നത്. അങ്ങനെ കുളം കുത്തി കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ ആന ഇറങ്ങൂല എന്നുള്ളൊരു വിശ്വാസക്കാരൻ. ഞങ്ങൾ ഇതുവരെ ആനേനെ ഒരു ദ്രോഹിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇതുവരെ ഞങ്ങളെ ഊരിൽ തന്നെ അങ്ങനെ ഒരു സംഭവം നടന്നില്ല. പക്ഷെ ഇപ്പം ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. നല്ല പേടി തന്നെ ഞങ്ങൾ. അന്ന് രമണി വീണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വിളിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിറച്ചിട്ട് ഫോണും കൂടെ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് ശരിക്കും. പതിവില്ലാതെ കാട്ടാനകൾ പകൽ സമയങ്ങളിൽ പോലും കോളനിയിൽ എത്തുന്നത് ഇവരെ ഭീതിപ്പെടുത്തുന്നു. കുട്ടികൾക്ക് സ്കൂളിലേക്കും മറ്റുള്ളവർക്ക് ജോലിക്കും പോകാൻ കഴിയാത്ത അവസ്ഥ. കൂടാതെ കടുവാശല്യവും രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസമാണ് കരുവാരക്കുണ്ട് റബ്ബർ എസ്റ്റേറ്റിൽ കടുവയെ കണ്ടത്. കൃഷി ഉപജീവന മാർഗമായ മലയോരവാസികൾക്ക് ഇവിടം വിട്ട് പോകാനാവാത്ത അവസ്ഥയുമാണ്. ഇത് നിലമ്പൂരിലെ അപ്പൻകാപ്പ് കോളനി. വനത്തോട് ചേർന്ന് കിടക്കുന്ന വനവാസി മേഖലയാണ് ഇത്. മിക്ക സമയങ്ങളിലും കാട്ടാനകൾ ഇവിടേക്ക് എത്തുന്നതാണ് ഇവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. എന്നാൽ കൃത്യമായി പരിഹാരമില്ലാത്തത് ഇവർക്ക് വലിയ തിരിച്ചടിയാകുന്നു. അതോടെ വലിയ ഭീതിയിൽ തന്നെയാണ് ഇവർ ഇവിടെ കഴിയുന്നത്. നിലമ്പൂരിലെ ഊരിൽ നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം, ജനം. കാട്ടാനകൾ തമ്പടിക്കുന്ന മൂന്നാർ ഗൂഡാർവിള ഹൈസ്കൂളിലെ SSLC പരീക്ഷകൾ നടന്നത് RRT കാവലിൽ. തുടർച്ചയായി കാട്ടാനകൾ എത്തിത്തുടങ്ങിയതോടെ കടുത്ത ആശങ്കയിലായിരുന്നു വിദ്യാർത്ഥികൾ. ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കി RRT സംഘം വിദ്യാർത്ഥികളുടെയും സ്കൂളിൻ്റെയും സംരക്ഷണം ഏറ്റെടുത്തു. ചോദ്യപേപ്പർ സ്കൂളിൽ എത്തിക്കുന്നത് മുതൽ കുട്ടികൾ തിരികെ പോകുന്നതുവരെ സ്കൂളിൽ RRTയുടെ സേവനമുണ്ട്. കാട്ടുകൊമ്പൻ പടയപ്പയടക്കം 7 ആനകൾ അടങ്ങുന്ന കൂട്ടമാണ് ഇവിടെ എത്തുന്നത്. ഇതിൽ 3 ആനകൾ ഈ മേഖലയിൽ നിന്ന് പിൻവാങ്ങാറേയില്ല. ക്ലാസുകൾ നടക്കുന്ന സമയത്ത് പോലും സ്കൂൾ മുറ്റത്ത് കാട്ടാനക്കൂട്ടം എത്തിയതോടെ അധ്യാപകരും വിദ്യാർത്ഥികളും ആശങ്കയിലായിരുന്നു. ഇതോടെയാണ് വനം വകുപ്പിന്റെ ഇടപെടലുണ്ടായത്. ആനകൾ മൂലം വിദ്യാർത്ഥികൾ ഇനി ബുദ്ധിമുട്ടേണ്ടി വരില്ലെന്ന് വനം വകുപ്പ് RRT സംഘം ഉറപ്പു നൽകി. പരീക്ഷാക്കാലം ആരംഭിച്ചത് മുതൽ സ്ഥലത്ത് വനം വകുപ്പിന്റെ കൃത്യമായ നിരീക്ഷണം. കാട്ടാന ശല്യമല്ല, കാട്ടാന സാന്നിധ്യമുണ്ട് ഈ സ്കൂൾ പരിസരത്ത്. അപ്പൊ ഇത് സ്ഥിരമായിട്ടുള്ള ആനകളാ. അപ്പൊ ഈ പടയപ്പ എന്നുള്ള ആനയ്ക്ക് മസ്തുള്ളതുകൊണ്ടും ഈ ആനക്കൂട്ടം സ്കൂൾ പരിസരത്ത് കാണുന്നതുകൊണ്ട് നമ്മുടെ ഈ പരീക്ഷയ്ക്ക് തടസ്സം കൂടാതിരിക്കാൻ വേണ്ടിയാണ് RRT ക്യാമ്പ് ചെയ്ത് ആനയെ നിരീക്ഷിക്കുകയും ഈ ക്യാമ്പസിനകത്ത് ആന വരാതെ നോക്കുകയും ചെയ്യുന്നു. കൂടാതെ ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ ആവശ്യപ്രകാരം ഈ ക്വസ്റ്റ്യൻ പേപ്പർ മൂന്നാറിന് ഈ സ്ട്രോങ് റൂമിൽ നിന്ന് എടുക്കുക. രാവിലെ 6:30 അവരുടെ കൂടെ പൈലറ്റായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഈ സ്കൂളിൽ രാവിലെ എത്തിച്ചു കൊടുക്കും. ഒരു 7-7:30 ആകുമ്പോൾ. തുടർന്ന് ഈ സ്കൂളിൽ തന്നെ നമ്മൾ ക്യാമ്പ് ചെയ്യുന്നു. പരീക്ഷയ്ക്ക് തടസ്സമില്ലാതിരിക്കും 9 മുതൽ 12 വരെ പരീക്ഷ തീരുന്നവരെ നിന്ന് പരീക്ഷ ഒരു ബുദ്ധിമുട്ടില്ലാതെ തീരുന്നവരെ തീർത്തു കൊടുത്തിട്ടാണ് RRT ടീം പോകുന്നത്. ആനയെ വിരട്ടിയോടിക്കാൻ പ്രത്യേക സംവിധാനങ്ങളുമായിട്ടാണ് RRT സംഘം ഗൂണ്ടാർവിള സ്കൂളിൽ എത്തിയത്. ആ പരീക്ഷണം സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇത്
ഇത് ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി KDHP കമ്പനിക്കാരാണ് ഈ വനംവകുപ്പിന് വേണ്ടി ഇത് വാങ്ങിക്കൊടുത്തിരിക്കുന്നത്. ഈ സിസ്റ്റം എന്ന് വെച്ചാൽ പടക്കം പൊട്ടിക്കുന്നേക്കാൾ ഉപയോഗപ്പെടുന്നുണ്ട്. ഈ ആനക്കൂട്ടം എന്നുള്ള രീതിക്ക് ഉപയോഗിക്കുമ്പോൾ ഈ ആനക്കൂട്ടം ഈ സൗണ്ട് സിസ്റ്റം കടുവയുടെ സൗണ്ട് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആനക്കുഞ്ഞുങ്ങളുള്ള ഒരു കൂട്ടം മൂവ് ചെയ്യും. അപ്പൊ നമുക്ക് ഇത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ തന്നെ അതങ്ങനെ ഫലപ്രദമായിട്ട് പോകുന്നു. ആനക്കൂട്ടങ്ങൾ ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ കാട്ടിനകത്ത് കയറുന്നു. സാമ്പത്തികമായിട്ട് തന്നെ ലാഭം എന്ന് പറയാം. കാരണം ചാർജ് ഇട്ടാൽ മതി, ഇത് ഗുണം ചെയ്യുന്നുണ്ട്. ഈ സംവിധാനം കാട്ടാന ശല്യം രൂക്ഷമായ മേഖലകളിൽ ഫലപ്രദമായി ഉപയോഗിക്കാമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പരീക്ഷാകാലം അവസാനിക്കുന്നതുവരെ RRT സംഘത്തിന്റെ കൃത്യമായ നിരീക്ഷണം ഗൂണ്ടാർവിള സ്കൂളിലുണ്ടാകും. സുബിൻ തോമസ്, ജനം, ഇടുക്കി. വന്യജീവി ശല്യത്തിൽ പൊറുതിമുട്ടി കർഷകർ. കോഴിക്കോട് വിലങ്ങാട് കുരങ്ങുകൾ കൂട്ടമായി എത്തി വിളകൾ നശിപ്പിക്കുന്നത് നിരവധി കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ്. പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് കർഷകർ പറയുന്നത്. കാട്ടാനകളും കാട്ടുപന്നികളും മാത്രമല്ല, കുരങ്ങുകളും കർഷകരുടെ സ്വൈര്യം കെടുത്തുകയാണ്. കൂട്ടത്തോടെ എത്തുന്ന കുരങ്ങുകളെ പേടിച്ച് കുട്ടികൾക്കടക്കം പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ വന്നതോടെ പുതുപ്പള്ളിയിൽ ജോഷി എന്ന കർഷകന് നിറയെ കായ്ച്ചു നിന്ന 18 തെങ്ങുകളാണ് മുറിച്ചു മാറ്റേണ്ടി വന്നത്. കുരങ്ങുകൾ വീട്ടുമുറ്റത്തെയും പറമ്പിലെയും തെങ്ങിൽ നിന്ന് തേങ്ങയും ഇളനീരും പറിച്ച് താഴേക്കിടുന്നതു കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം വന്നതോടെയാണിത്. ആദ്യമൊക്കെ ചിലവിനും പിന്നെ കുറച്ച് വിൽക്കാനും കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒരു തേങ്ങ പോലും കിട്ടുന്നില്ല. മുകളിലോട്ട് മുറ്റത്തുള്ള തെങ്ങിൻ്റെ വരെ കുരങ്ങ് വന്ന് തിന്നുകയാണ്. അപ്പോൾ പിന്നെ പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പണിക്ക് പോകുന്ന സമയത്ത് കുട്ടികളൊക്കെ ഇവിടെ നിന്ന് സ്കൂൾ വിട്ട് വരികയോ അല്ലെങ്കിൽ പള്ളിക്കൂട്ടി പോകാൻ നിൽക്കുന്ന സമയത്ത് രാവിലെ തന്നെ കുരങ്ങിൻ്റെ ശല്യം തുടങ്ങും. എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. അപ്പോഴത്തെ അവരെ തിന്നാക്കളെയും മുറ്റത്തൂടെയൊക്കെ ഇറങ്ങി കളിച്ച് കഴിയുമ്പോൾ അവരുടെ തലയിലേക്ക് തേങ്ങ വീണ് ഒച്ചു പോകുന്നതിലും ഭേദമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് തെങ്ങ് വെട്ടാനുള്ള സാഹചര്യമായത്. നിറയെ കായ്ച്ചു നിൽക്കുന്ന തെങ്ങുകൾ ഉണ്ടെങ്കിലും വീട്ടാവശ്യത്തിനു പോലും ലഭിക്കാറില്ല. കരിക്കടക്കം കുരങ്ങന്മാർ കൈക്കലാക്കുകയാണ്. കാട്ടാനകളും കാട്ടുപന്നിയും വ്യാപകമായി വിളകൾ നശിപ്പിക്കുകയാണ്. കൃഷി വകുപ്പിലും വനം വകുപ്പിലും നിരവധി തവണ പരാതി കൊടുത്തിട്ടും നടപടികൾ ഉണ്ടാകുന്നില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. കൃഷി നമുക്കൊന്നും കിട്ടുന്നില്ല. കൃഷി ചെയ്യാൻ മാത്രം ഇപ്പം കരവാണെങ്കിൽ ഓരോ വർഷം കരം കൂട്ടുന്നു. പക്ഷെ നമുക്കതുകൊണ്ട് യാതൊരു ഗുണം നമുക്ക് കിട്ടുന്നില്ല. ഇത് ഉണ്ടാകുന്ന മുഴുവൻ മറ്റ് കാട്ടുമൃഗങ്ങളും പന്നിയായിട്ട് കുരങ്ങായിട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഒരു വിധത്തിലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പിന്നെ വന്നിരിക്കുന്നത് വളരെ ആൾക്കാർക്ക്. കർഷകരുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, കോഴിക്കോട്. കണ്ണൂർ തളിപ്പറമ്പ് ചവനപ്പുഴയിലെ കൃഷിയിടത്തിൽ കണ്ടെത്തിയ 31 നീർക്കോലി പാമ്പിൻ മുട്ടകൾ വിരിഞ്ഞു. വനവകുപ്പ് സ്നേക്ക് റെസ്ക്യൂവർ സംരക്ഷിച്ചു വെച്ച മുട്ടകളാണ് വിരിഞ്ഞിറങ്ങിയത്. നീർക്കോലി കുഞ്ഞുങ്ങളെ വൈകാതെ തന്നെ അവയുടെ ആവാസ വ്യവസ്ഥയിൽ വിട്ടയക്കും. മുൻകാലങ്ങളിൽ യഥേഷ്ടം കണ്ടുവന്നിരുന്ന നീർക്കോലി ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പാമ്പിനമാണ്. കൃഷിയിടം കിളച്ചപ്പോഴാണ് പാമ്പിന്റെ മുട്ടകൾ ലഭിച്ചത്. നാട്ടുകാർക്കുണ്ടായ ആശങ്കയെ തുടർന്ന് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ PV സനൂപ് കൃഷ്ണനെ വിവരമറിയിച്ചു. തുടർന്ന് റെസ്ക്യൂവർ അനിൽ തൃച്ചംബരം സ്ഥലത്തെത്തി മുട്ടകൾ ശേഖരിച്ച് സംരക്ഷണത്തിൽ വയ്ക്കുകയായിരുന്നു. ഇതിൽ 31 നീർക്കോലി കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങി. ഇനിയും കുറച്ച് മുട്ടകൾ കൂടി വിരിയാൻ ബാക്കിയുണ്ട്. 100-ന് മുകളിൽ മുട്ടകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം നീർക്കോലി പാമ്പ് എന്ന് പറയുന്നത് ഒരു നല്ല ആരോഗ്യമുള്ള ഒരു പാമ്പ് പൊതുവെ 80 മുതൽ 100 വരെയുള്ള മുട്ടകളാണ് ഇടല്. ഇതിലിപ്പോ എനിക്ക് സംശയം വരുന്നത് പിന്നെ ഒന്നിൽ കൂടുതൽ പാമ്പുകൾ അവിടെ മുട്ട ഇട്ടിട്ടുണ്ടോ എന്നാണ്. 100-ൽ മുകളിൽ മുട്ടകൾ കണ്ടിട്ടുണ്ട്. അവിടെ വെച്ച് തന്നെ ഇവരാദ്യം കണ്ട സമയത്ത് തന്നെ അത് വെയിലെല്ലാം കൊണ്ട് കുറച്ച് മുട്ടകൾ അവിടെ നിന്ന് തന്നെ മോശമായിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ എൻ്റെ അടുക്ക കൊണ്ടുവന്നതിൽ ഒരു 31 വിരിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള കുറച്ച് മുട്ടകൾ വിരിയാനെങ്കിലും ബാക്കിയുണ്ട്. പൂർണ്ണ ആരോഗ്യമുള്ള ഒരു നീർക്കോലി 80 മുതൽ 100 വരെയും ചിലപ്പോൾ അതിൽ കൂടുതലും മുട്ടയിടുമെന്ന് വിദഗ്ധർ പറയുന്നു. ബാക്കിയുള്ള മുട്ടകൾ കൂടി വിരിയുന്നതോടെ നീർക്കോലി കുഞ്ഞുങ്ങളെ അവയുടെ ആവാസ വ്യവസ്ഥയിൽ തുറന്നുവിടാനാണ് അനിലിന്റെ തീരുമാനം. മുൻകാലങ്ങളിൽ നാട്ടിൻപുറത്ത് വയലുകളിലും തോടുകളിലും കുളങ്ങളിലും ധാരാളമായി ഉണ്ടായിരുന്ന നീർക്കോലിയെ ഇപ്പോൾ ചുരുക്കം മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. വയലുകളിലെ കീടനാശിനി പ്രയോഗം ഉൾപ്പെടെ വംശനാശത്തിന് കാരണമാകുന്നുവെന്നാണ് പറയുന്നത്. ജനം, കണ്ണൂർ. നമുക്ക് വീണ്ടും പൊങ്കാല നഗരിയിലേക്ക് അല്ലെ, പൊങ്കാല കഴിഞ്ഞതിന് ശേഷമുള്ള ദേവിയുടെ എഴുന്നള്ളത്ത് ഒക്കെ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ആറ്റുകാലിലേക്ക് വീണ്ടും പോകാം. പുണ്യം നിവേദ്യം പവേർഡ് ബൈ വനിതകൾക്ക് മാത്രമായി KSFE മഹിളാ സമൃദ്ധി ട്രിയോ പ്ലാൻ in association with BIS Hallmark 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബിച്ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. SK Hospital, touching human lives. Edapalli, Trivandrum. Jayalakshmi, the bridal destination.
SUT Hospital, pioneering the path of healthcare excellence. ആറ്റുകാൽ ദേവി ഹോസ്പിറ്റൽ, ആരോഗ്യത്തിന് അമ്മയുടെ കരുതൽ. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് ഇന്ന് പരിസമാപ്തിയാവുകയാണ്. മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ട ആറ്റുകാൽ അമ്മയുടെ എഴുന്നള്ളത്ത് അവിടെ ശാസ്താ സന്നിധിയിൽ പ്രവേശിക്കുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്ന വിവരങ്ങളുമായി. പ്രശാന്ത്, നമ്മൾ നേരത്തെ കണ്ടു വഴിനീള പടുക്ക സ്വീകരിച്ച് വരുന്ന ഭഗവതിയെ ഇപ്പോൾ ശാസ്താ ക്ഷേത്രത്തിലേക്ക് കടക്കുന്ന ചടങ്ങാണോ പ്രശാന്ത്? വീണ, ആറ്റുകാൽ അമ്മ ശാസ്താ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സഹോദരനെ കാണുവാനായി അമ്മ എത്തുന്നു. പരിഭവപ്പെട്ട് നിൽക്കുന്ന, തന്നോട് പിണങ്ങി നിൽക്കുന്ന തൻ്റെ സഹോദരൻ മണക്കാട് ശാസ്താവിനെ കാണാൻ അമ്മ ഈ തിരുസന്നിധിയിലേക്ക് എത്തുന്നു എന്നതാണ് ഇതിൻ്റെ ചടങ്ങിൻ്റെ ഐതിഹ്യം. കുത്തിയോട്ടത്തിന് ശേഷം കുത്തിയോട്ട ബാലന്മാർ ആറ്റുകാൽ ദേവീ സന്നിധിയിൽ പ്രവേശിച്ച് ചൂരൽ കുത്തുന്നതോടുകൂടിയാണ് അമ്മയുടെ തിരുവെഴുന്നള്ളത്തിന് ആരംഭം കുറിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 1 മണിയോടുകൂടി ആരംഭിച്ച എഴുന്നള്ളത്താണ് ഇപ്പോൾ ഈ ക്ഷേത്രസന്നിധിയിൽ, മണക്കാട് ധർമ്മശാസ്താ ക്ഷേത്രസന്നിധിയിൽ എത്തി നിൽക്കുന്നത്. ഭക്ത ജനസഹസ്രം ഈ ഒരു അപൂർവ കാഴ്ചയ്ക്ക് വേണ്ടി, ഈ ഒരു മുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ ഇവിടെ സന്നിഹിതരാണ്. ഈ ക്ഷേത്രസന്നിധിയിലേക്ക് എത്തിയ ആറ്റുകാലമ്മയെ, ആ തിടമ്പേന്തി വന്ന ഗജവീരനെ ക്ഷേത്രം ഭാരവാഹികൾ സ്വീകരിച്ചു. തുടർന്ന് തന്ത്രി അടക്കമുള്ളവരെ സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ ക്ഷേത്രസന്നിധിയിലേക്ക് പോകുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇവിടെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ചടങ്ങുകളുണ്ടാകും. ആ ചടങ്ങുകൾക്ക് ശേഷം വീണ്ടും തിരിച്ചമ്മ ആറ്റുകാൽ ക്ഷേത്രസന്നിധിയിലേക്ക് തിരിച്ച് എഴുന്നള്ളുകയും ചെയ്യും. ഇപ്പോൾ അമ്മയുടെ എഴുന്നള്ളത്ത് ക്ഷേത്രസന്നിധിയിൽ, ധർമ്മശാസ്താ ക്ഷേത്രസന്നിധിയിൽ മണക്കാട് ശാസ്താവിൻ്റെ സന്നിധിയിലേക്ക് എത്തി നിൽക്കുന്ന ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പൊങ്കാലക്കാലത്തിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് വരുന്ന ചടങ്ങാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പ്, 1 വർഷം നീണ്ട കാത്തിരിപ്പ്. അമ്മയുടെ ഈ പൊങ്കാല ഇടുന്നതിന് മാത്രമല്ല, ഈ അമ്മയുടെ ഈ തിരുവെഴുന്നള്ളത്തിനും കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളുണ്ട്. രാജവീഥികളുടെ ഇരുവശങ്ങളിലും പടുക്കയും താലവും എന്തിക്കൊണ്ട് മണിക്കൂറുകളോളമാണ് ഇത്രയും ഭക്തർ കാത്തു നിൽക്കുന്നത്. അമ്മയെ ഒരു നോക്ക് കാണുവാനും ആ ദർശനം, അമ്മയുടെ എഴുന്നള്ളത്തിൻ്റെ ദർശനം സൗഭാഗ്യം ആസ്വദിക്കുവാനുമെല്ലാം ഭക്തർ കാത്തു നിൽക്കുന്നത്, ഉറക്കമുളച്ച് കാത്തു നിൽക്കുന്ന, ഒരു രാത്രി മുഴുവനും കാത്തു നിന്നവരാണ്. ആ കാത്തുനിൽപ്പിൻ്റെ ഒരു പരിസമാപ്തി കൂടിയാണ് ഇപ്പോൾ മണക്കാട് ശാസ്താക്ഷേത്രത്തിലേക്ക് അമ്മയുടെ തിരുവെഴുന്നള്ളത്തോടു കൂടി സമാപിക്കുന്നത്. ഇനി ക്ഷേത്ര സംബന്ധമായിട്ടുള്ള, ആചാര സംബന്ധമായിട്ടുള്ള ചടങ്ങുകൾ, അമ്മയെ സ്വീകരിക്കുന്ന ചടങ്ങുകളും അതോടൊപ്പം തന്നെ മറ്റ് ഈ തിടമ്പേറ്റി വയ്ക്കുന്നതടക്കമുള്ള ചടങ്ങുകളും ഉണ്ടാകും. അതിനുശേഷമായിരിക്കും തിരിച്ചെഴുന്നുള്ളത്. കുത്തിയോട്ട ബാലന്മാരൊപ്പം അമ്മയൊപ്പം അനുഗമിക്കുന്നു. പോലീസിൻ്റെ ഒരു വലിയ ബൃന്ദം കൂടി അമ്മയ്ക്ക് ഗാർഡ് ഓഫ് ഓണർ എന്ന നിലയിൽ ഈ യാത്രയിൽ ഉടനീളമുണ്ട്. അതോടൊപ്പം തീവെട്ടിയേന്തിയും അതോടൊപ്പം വാദ്യമേള ഘോഷങ്ങളേന്തിയ പുരുഷാരം അമ്മയോടൊപ്പം അനുഗമിക്കുന്നു. ഒരു രാത്രി മുഴുവനും ഈ മണക്കാട് രാജവീഥികളിലൂടെ അമ്മയുടെ തിരുവെഴുന്നള്ളത്ത് വരുന്നു. പല സ്ഥലങ്ങളിലും ഈ എഴുന്നള്ളത്ത് വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അമ്മയെ കാണാനും അമ്മയെ ദർശനം വാങ്ങുവാനുമെല്ലാം ഭക്തർ കൂട്ടമായി എത്തുന്നൊരു കാഴ്ചയും നമ്മൾ കണ്ടു. അതിനൊരു പരിസമാപ്തി എന്ന നിലയിലാണ് ഇപ്പോൾ, ഈ എഴുന്നള്ളത്തിൻ്റെ പരിസമാപ്തി എന്ന നിലയിലാണ് ഇപ്പോൾ മണക്കാട് ശാസ്താവ് അതിൻ്റെ സന്നിധിയിലേക്ക് ഇപ്പോൾ അമ്മ തിരുവെഴുന്നള്ളി നിൽക്കുന്നത്. സമയം അതെ 8 മണിയായിരിക്കുകയാണ്. ഈ മണിക്കൂറിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയേണ്ടതുണ്ട്. വളരെ വേഗം നോക്കി വരാം പ്രധാന വാർത്തകൾ. കൊച്ചിയിൽ കോളേജ് ഹോസ്റ്റലിൽ കഞ്ചാവ് ശേഖരം, 3 വിദ്യാർത്ഥികൾ പിടിയിൽ. 2 കിലോ കഞ്ചാവ് പിടികൂടിയത് SFI ഭരിക്കുന്ന കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് US-ന്റെ വെടിനിർത്തൽ കരാർ അംഗീകരിച്ച റഷ്യ. യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് നരേന്ദ്രമോദിക്കും ഡൊണാൾഡ് ട്രംപിനും നന്ദി പറഞ്ഞ് വ്ളാഡിമിർ പുടിൻ. PFIS സജീവമാക്കാൻ സമൂഹ മാധ്യമങ്ങളെ കൂട്ടിപ്പിടിച്ച് ഭീകരർ. കണ്ണിൽ പൊടിയിടാൻ ജനകീയ വിഷയങ്ങളിൽ കൂട്ടായ്മകൾ. കോഴിക്കോട് മീൻചന്തയിൽ ഓഫീസിന് ഇപ്പോഴും PFI പേര്.
കച്ചത്തീവ് ഉത്സവത്തിന് തീർത്ഥാടകർക്ക് സുരക്ഷ ഉറപ്പാക്കി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. ദ്വീപിലേക്ക് പ്രത്യേക കപ്പലുകളും വിമാനങ്ങളും. സെയിന്റ് ആന്റണീസ് പള്ളിയിലെ ആഘോഷങ്ങൾ ഇന്നും നാളെയും. ശബരിമലയിൽ പുതിയ ദർശന ക്രമീകരണം ഇന്നു മുതൽ. ക്രമീകരണം ദർശനത്തിന് കൂടുതൽ സമയം ലഭിക്കുന്ന രീതിയിൽ. മീനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. റമദാൻ മാസത്തിലെ നോളജ് സിറ്റി തീർത്ഥാടന യാത്രയിലെ വിവാദ നിബന്ധന മാറ്റി KSRTC. നിർദ്ദേശങ്ങൾ തിരുത്തി പുതിയ പോസ്റ്റർ. വിവാദമായത് തീർത്ഥാടന യാത്ര പുരുഷന്മാർക്ക് മാത്രമെന്ന പോസ്റ്റർ. ജനം ഇംപാക്ട്. ഇടുക്കി പരുന്തുംപാറ കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പിനെതിരെ CPM. കയ്യേറ്റത്തിന് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നുവെന്ന് CV വർഗീസ്. അന്വേഷണം പ്രഖ്യാപിച്ചത് കുറെ ദിവസമായില്ലേ? അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കേണ്ടത്. അതിനൊന്നും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ എനിക്ക് ട്രാൻസ്ഫറും ഇല്ല. കേട്ടോ സന്തോഷേ, എനിക്ക് ട്രാൻസ്ഫറും ഇല്ല, സസ്പെൻഷനും ഇല്ല. സസ്പെൻഷൻ കഴിയണമെങ്കിൽ ഞാൻ പാർട്ടിക്ക് അനധികൃത ഖനനത്തിൽ കളക്ടർക്കെതിരെ CV വർഗീസിന്റെ ഒളിയമ്പ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ K രാധാകൃഷ്ണൻ MPയെ ചോദ്യം ചെയ്യാൻ ED. തിങ്കളാഴ്ച ചോദ്യം ചെയ്യാൻ സാധ്യത. തൃശൂർ ജില്ലാ സെക്രട്ടറിയായ കാലത്തെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കും. ഇടുക്കി പരുന്തുംപാറയിലെ കയ്യേറ്റത്തിന് റവന്യൂ ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നുവെന്ന ആരോപണവുമായി CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ഒരിക്കലും തീരരുത് എന്നാണ് ഉദ്യോഗസ്ഥർ ആഗ്രഹിക്കുന്നത്. നിരോധനാജ്ഞ പ്രഖ്യാപിച്ച ജില്ലാ ഭരണകൂടം ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നുവെന്നും CV വർഗീസ് ആരോപിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് പരുന്തുംപാറയിൽ സർക്കാർ ഭൂമി കയ്യേറിയത് സംബന്ധിച്ച് ഗവൺമെന്റ് നിശ്ചയിച്ചനുസരിച്ച് H ദിനേശനും ബഹുമാനപ്പെട്ട H ദിനേശൻ മുൻ ജില്ലാ കളക്ടർ അതുപോലെ തന്നെ K സേതുരാമനെ സംബന്ധിച്ചൊരു കമ്മീഷൻ ഒക്കെ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ചില നടപടി സ്വീകരിച്ചു. പക്ഷെ എന്നാലിപ്പോ പരുന്തുംപാറ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? അവിടെ നിന്ന് കൃഷിക്കാരൻ ലോൺ എടുത്ത് നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് ഈ അടുത്ത ദിവസം കേരളതാമസത്തിന് വേണ്ടി വെക്കുന്ന നിലപാട് സ്വീകരിച്ച കൃഷിക്കാരനെ അവിടെ നിന്ന് കുടിയിറക്കാൻ വേണ്ടിയുള്ള നീക്കം. ഇത്തരം നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മുടെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരും എവിടെയാ ഒരുത്തരം പറയണ്ടേ? പറയണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അവിടെ നടന്നിട്ടുള്ള ഈ കയ്യേറ്റങ്ങൾക്ക് റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ പൂർണ്ണമായ പിന്തുണയും സഹായവും. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇതെല്ലാം പുറപിടിക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാർ. ആ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും അന്വേഷണ വിധേയമായി നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ്. സുബിൻ തോമസ് ചേരുന്ന വിവരങ്ങളുമായി. സുബിൻ, എന്താണ് വർഗീസിന്റെ വാദം? ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇടുക്കി ജില്ലയിലെ കയ്യേറ്റങ്ങളിൽ കൂടുതലായും ഈ കയ്യേറ്റങ്ങൾ ഒത്താശ ചെയ്യുന്നത് റവന്യൂ ഉദ്യോഗസ്ഥരാണെന്ന എന്ന വിമർശനമാണ് പ്രധാനമായും CPM കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഉയർത്തിക്കൊണ്ടിരുന്നത്. സമാനമായി തന്നെ പരുന്തുംപാറയിലും അതേ ആരോപണം തന്നെ, അതേ വിമർശനം തന്നെ CPM ഉയർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പരുന്തുംപാറയിലെ സർക്കാർ ഭൂമിയിൽ കയ്യേറി വഞ്ചിത റിസോർട്ടുകൾ ഉൾപ്പെടെ നിർമ്മിക്കാനായിട്ട് ഈ ഒരു ഒത്താശ ചെയ്ത് കൊടുക്കുന്നതും അതിന് വേണ്ട പേപ്പർ വർക്കുകൾ ചെയ്ത് കൊടുക്കുന്നതും എല്ലാം തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരാണ്. വലിയ രീതിയിൽ ഇവർ കൈക്കൂലി വാങ്ങുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാനോ നിലയ്ക്ക് നിർത്താനോ വകുപ്പിന് കഴിയുന്നില്ല എന്നൊരു വിമർശനമാണ് CV വർഗീസ് മുമ്പോട്ട് വയ്ക്കുന്നത്. ഇത്തരത്തിൽ ഈ പരുന്തുംപാറ കേന്ദ്രീകരിച്ച് ഈ കയ്യേറ്റം നടത്തിയിരിക്കുന്നതിൽ അധികം ആളുകളും ഈ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട സഹായങ്ങൾ, അത്തരത്തിൽ എല്ലാ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഈ റവന്യൂ വകുപ്പാണ്. കാരണം ഇത്തരത്തിൽ ഈ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന സമയത്ത് പോലും, അല്ലെങ്കിൽ ഈ നിയന്ത്രണങ്ങളുള്ള സമയത്ത് പോലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇത്തരത്തിൽ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ച് അന്വേഷണ സംഘം കൃത്യമായ പരിശോധന ഈ പരുന്തുംപാറയിൽ നടത്തുമ്പോൾ പോലും ഈ കയ്യേറ്റക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ കുരിശ് നിർമ്മിക്കുന്ന ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഈ റവന്യൂ ഉദ്യോഗസ്ഥർ എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഈ CV വർഗീസ് ചോദിക്കുന്നത്. കൂടാതെ ഈ വലിയ വൻകിട കയ്യേറ്റങ്ങൾ, അതായത് വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്, നമുക്കറിയാം സജിത് ജോസഫ് ഈ ഭൂമി കയ്യേറി നിർമ്മിച്ചിട്ടുള്ളത് 5 വൻകിട കെട്ടിടങ്ങളാണ്. ഈ വൻകിട കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ പോലും ഈ റവന്യൂ വകുപ്പ് എന്തുകൊണ്ട് ആ ഭാഗത്ത് പരിശോധന നടത്തില്ല, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും തരത്തിൽ കയ്യേറ്റമുണ്ടോ നടക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കാൻ എന്തുകൊണ്ട് റവന്യൂ വകുപ്പ് തയ്യാറായില്ല എന്നുള്ള ചോദ്യമാണ് CPM മുമ്പോട്ട് വയ്ക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള ഉദ്യോഗസ്ഥ ഒത്താശയുണ്ട്. ഈ ഉദ്യോഗസ്ഥരുടെ
കെടുകാഴ്ചയാണ് ഇത്തരത്തിൽ ഇടുക്കി ജില്ലയിൽ കയ്യേറ്റങ്ങൾ വർദ്ധിക്കാനുള്ള കാരണമെന്നുള്ളതാണ് ശ്രീ വർഗീസ് പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ, അതായത് നിലവിൽ ഇപ്പോൾ ഈ ശീരിമേട് വില്ലേജിലെയും അതുപോലെ തന്നെ മഞ്ചുമല വില്ലേജിലെയും ഉൾപ്പെടുന്ന ഏകദേശം അതുപോലെ തന്നെ വാഗമൺ വില്ലേജ്, അത്തരത്തിൽ 5 പട്ടയ പ്രദേശങ്ങളിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ നിരോധനാജ്ഞ ജനജീവിതത്തെ വലിയ രീതിയിൽ ദുസ്സഹമായി ബാധിക്കുന്നു എന്നുള്ളൊരു ആരോപണവും ഈ CPM മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ പട്ടയം കിട്ടി, ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ പട്ടയം കിട്ടി നിയമപരമായി വീട് പണിയുന്ന ആളുകളുണ്ട്, മറ്റ് കെട്ടിടങ്ങൾ പണിയുന്ന ആളുകളുണ്ട്. ഇവരുടെ എല്ലാം നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതായത് ഈ മറ്റു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുന്നു. ഒരു തരത്തിലും ഈ മറ്റ് സ്ഥാപക വസ്തുക്കൾ, അതായത് ഈ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള വസ്തുക്കൾ എത്തിക്കാൻ സാധിക്കുന്നില്ല, ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ സാധിക്കില്ല. അത്തരത്തിൽ ഈ ഒരു നിരോധനം, അതായത് ഈ നിയന്ത്രണം വലിയ രീതിയിൽ ജനങ്ങളെയും ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. മെയ് മാസം 2-ാം തീയതി വരെയാണ് ഈ ഒരു നിരോധനാജ്ഞ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയിലാണ്. അതായത് ജില്ലാ ഭരണകൂടം ഇത്തരത്തിലുള്ള വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ മേഖലയിലെ ജനങ്ങളെ വലിയ ഭയാശങ്കയിലേക്ക് തള്ളിവിടുന്നു. ഈ കുടിയേറ്റ കർഷകരെ ഉൾപ്പെടെ ഈ കയ്യേറ്റക്കാരെന്ന് മുദ്രകുത്തി പുറത്താക്കാനുള്ള ഒരു ശ്രമമാണ് റവന്യൂ വകുപ്പും ജില്ലാ ഭരണകൂടം നടത്തുന്നത് എന്നുള്ളൊരു ആരോപണമാണ് ശ്രീ വർഗീസ് മുമ്പോട്ട് വയ്ക്കുന്നത്. എന്തായാലും നാളെ CPM ജില്ലാ നേതൃത്വം ഈ പരുന്തുംപാറ മേഖലയിൽ പരിശോധന നടത്തുന്നുണ്ട്. ഈ സമയത്ത് സന്ദർശനം നടത്തുന്നുണ്ട്. ഈ സമയത്ത് ഇവിടെ നിന്നുള്ള ആളുകളെ കേട്ട് അതിനുള്ള കൃത്യമായ ഒരു വിവരശേഖരണം നടത്തി മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിക്കാനാണ് നിലവിലിപ്പോൾ CPM തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ CPM-ഉം റവന്യൂ വകുപ്പും ഒരു തുറന്ന പോരിലേക്ക് ഇടുക്കി ജില്ലയിലേക്ക് എത്തുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശരി സുബിൻ. തുടരുക, മറ്റൊരു റിപ്പോർട്ട് കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇടുക്കി അനധികൃത ഖനനത്തിൽ ജില്ലാ കളക്ടറെ ലക്ഷ്യം വെച്ച CV വർഗീസിന്റെ ഒളിയമ്പ്. തനിക്ക് ട്രാൻസ്ഫറും സസ്പെൻഷനും ഒന്നുമില്ല, മറ്റാരെയും ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്നും CV വർഗീസ്. ആരോപണങ്ങൾ തന്നെ ബാധിക്കില്ല, മക്കൾ കുറ്റക്കാരെങ്കിൽ കണ്ടെത്തേണ്ടതുണ്ടെന്നും CV വർഗീസ് പറഞ്ഞു. ഇപ്പൊ ഏതാണ്ട് എന്നാ എന്റെ വ്യാപതി അന്വേഷണം പ്രഖ്യാപിച്ചത്? കുറെ ദിവസമായില്ലേ? അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കേണ്ടത്. അതിനും നമുക്കൊരു പ്രശ്നമൊന്നുമില്ല. പിന്നെ എനിക്ക് ട്രാൻസ്ഫറും ഇല്ല, കേട്ടോ സന്തോഷേ, എനിക്ക് ട്രാൻസ്ഫറും ഇല്ല, സസ്പെൻഷനും ഇല്ല. സസ്പെൻഷൻ കഴിയണമെങ്കിൽ ആ പാർട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമാണ്. ഇത് രണ്ടും എനിക്കില്ല. അതൊക്കെ എന്നെ അന്വേഷണം വഴിക്ക് വരട്ടെ. എന്റെ മക്കൾ എന്തെങ്കിലും തെറ്റിയതുണ്ടെങ്കിൽ അവരെ പിടിച്ചോട്ടെ, അവരെ ചിന്തിച്ചോട്ടെ. ആർക്ക് നടത്തും? ഈ വൃത്തമായ ഒരു കാര്യം അവർ ചെയ്യുന്നുണ്ട്, അവരെ ചിന്തിച്ചോട്ടെ. അത് അങ്ങനെ നടക്കും. സുബിൻ തുടരുന്നുണ്ട്. സുബിൻ, ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും കൂടി. ഇതിനെ സംബന്ധിച്ച് അനധികൃത ഖനനം, അതായത് ഇടുക്കി താലൂക്കിൽ വ്യാപകമായി അനധികൃത ഖനനം നടക്കുന്നു എന്നുള്ളൊരു റിപ്പോർട്ടാണ് ജിയോളജി വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതിന് പ്രധാനമായും നേതൃത്വം നൽകുന്നത് ശ്രീയുടെ മകനും മരുമകനും ചേർന്നാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ, അല്ലെങ്കിൽ ഈ ഒരു അനധികൃത ഖനനങ്ങൾക്ക് നിയന്ത്രണം നൽകുക എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ഇതിന് പിന്നാലെയാണ് ജില്ലാ കളക്ടർ ഈ ഒരു വിശദമായ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തത്. ഇത് പ്രകാരം വലിയ വിശ്വസിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇടുക്കി താലൂക്കിലെ കണ്ടമണി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായി ഇത്തരത്തിൽ ഖനനം നടക്കുന്നുണ്ട്. വലിയ രീതിയിൽ പാറമടകൾ പ്രവർത്തിക്കുന്നു. ആ പാറമടകൾക്ക് യാതൊരു അനുമതിയുമില്ല. പലപ്പോഴും ജിയോളജി വകുപ്പ് ഇത്തരത്തിൽ ഈ പാറഖനനം ചെറുക്കണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകുകയും, എന്നാൽ ഇതെല്ലാം ലംഘിച്ചുകൊണ്ട് ഈ ഒരു ഖനനം, അധികൃത ഖനനം ജില്ലയുടെ പല മേഖലയിൽ, അതായത് തങ്കമണി, ഉപ്പുനോട്, കട്ടപ്പന, ഉപ്പുതറ ഉൾപ്പെടെയുള്ള വ്യാപകമായി നടക്കുന്നതിനാണ് ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ട് പറയുന്നത്. ഇത് പ്രകാരമാണ് നിലവിൽ ഈ ഒരു ജില്ലാ കളക്ടർ ഇത്തരത്തിൽ അന്വേഷണം ഉത്തരവിടുകയും ചെയ്തത്. ഈ അന്വേഷണത്തിലാണ് നിലവിൽ ഇപ്പോൾ CV വർഗീസിന്റെ ഒരു മറുപടി ഉണ്ടായിരിക്കുന്നത്. അതായത് ജില്ലാ കളക്ടറെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് CV വർഗീസിന്റെ ഒരു മറുപടി വന്നത്. തനിക്ക് ട്രാൻസ്ഫറും സസ്പെൻഷനും ഒന്നുമില്ല, താനിത് മറ്റാരെയും ഉദ്ദേശിച്ചല്ല പറഞ്ഞത് എന്നതാണ് CV വർഗീസ് പറഞ്ഞിരിക്കുന്നത്. ഈ നടപടികളുമായി ജില്ലാ കളക്ടർ മുമ്പോട്ട് തന്നെ പോവുകയാണ്. വിശദമായ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം. ഇതിൽ പ്രതിസ്ഥാനത്തുള്ളത് മകനും മരുമകനും എന്നുള്ളതാണ് ഈ CV വർഗീസിനെ ഏറ്റവും കൂടുതൽ, CPM ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. അന്വേഷണവുമായി മുമ്പോട്ട് പോകുമ്പോൾ ഇത് പാർട്ടിയെ അതുപോലെ CV വർഗീസിനെ പ്രതികൂലമായി ബാധിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അപ്പോഴും ഈ ആരോപണങ്ങളെല്ലാം തന്നെ തള്ളുന്ന ഒരു സാഹചര്യമുണ്ട്. ആരോപണങ്ങൾ ഒന്നും തന്നെ ബാധിക്കില്ല, മക്കൾ കുറ്റക്കാരെങ്കിൽ കണ്ടെത്തട്ടെ, അവരെ ശിക്ഷിക്കുന്നതിൽ യാതൊരു തടസ്സമില്ല. ഇതിനോടൊപ്പം തന്നെ ഒരു ഗൂഢാലോചനയും അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. തനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം ശ്രീ വർഗീസ് മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ഈ ഇടുക്കി താലൂക്കിലെ അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ടുള്ള ഈ അന്വേഷണങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് നെടുങ്കണ്ടമെല്ലാം തഹസിൽദാരെയാണ്. അത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് ശ്രീ വർഗീസ് മുമ്പോട്ട് വയ്ക്കുന്നത്. അത് തനിക്കെതിരെയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. അത് ശരിയായ നടപടിയാണോ എന്നുള്ളത് ഈ തീരുമാനങ്ങളെല്ലാം എടുത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ അവർക്ക് തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് ശ്രീ വർഗീസ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ കളക്ടറുമായി ബന്ധപ്പെട്ട് കളക്ടറുമായി ഇത്തരത്തിൽ
നേരിയ അസ്വാരസ്യങ്ങൾ ജില്ലാ സെക്രട്ടറിക്കുണ്ട്. ആ ഒരു അസ്വാരസ്യങ്ങൾ ഊന്നിക്കൊണ്ട് തന്നെയാണ് മുമ്പ് നമ്മൾ നൽകിയ വാർത്ത പ്രകാരം ഇത്തരത്തിൽ ഈ ട്രാൻസ്ഫർ, അതായത് തനിക്ക് ട്രാൻസ്ഫറോ സസ്പെൻഷനോ ഒന്നുമില്ല എന്നുള്ളൊരു ഒരു മുന്നറിയിപ്പ് സ്റ്റീവ് വർഗീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നിറങ്ങളുടെ ഉത്സവമായ ഹോളി അതെങ്ങനെയാണ് കേരളത്തിൽ ആഘോഷിച്ചത്, ഉത്തരേന്ത്യൻ ജനത ആഘോഷിച്ചത് എങ്ങനെയാണെന്ന് ചായം പൂശിയും മധുരം വിതരണം ചെയ്തുമാണ് ഹോളി ആഘോഷിച്ചത്. ഇന്ന് ഉച്ചവരെ ഈ ആവേശം അങ്ങനെ തുടരുമെന്നാണ് അറിയുന്നത്. നമുക്ക് ഡൽഹിയിലേക്ക് പോകാം. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നിന്ന് നന്ദഗോപൻ ചേരുകയാണ്. നന്ദഗോപൻ, കഴിഞ്ഞ ദിവസം കൊച്ചിയിലൊക്കെ വലിയ ഹോളി ആഘോഷങ്ങൾ നടന്നതെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഉത്തരേന്ത്യ ഈ ഹോളി ആഘോഷിക്കുന്നത് ഇപ്പോൾ? വീണ, ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ഉത്തരേന്ത്യയിൽ ഈ ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ഹോളി ദഹനം എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചടങ്ങുണ്ട്. അതായത് തിന്മശക്തികളെയൊക്കെ തന്നെ കത്തിച്ച് കളഞ്ഞുകൊണ്ട് നന്മയുടെ ഊർജം സ്വീകരിക്കുക എന്നുള്ളൊരു ചടങ്ങാണ് ഈ ഹോളി ദഹൻ എന്നുള്ളത്. ഭയങ്കര ഭജനയും ഒക്കെ അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ചെറിയ രൂപമുണ്ടാക്കി അതിനെ കത്തിക്കുന്ന ചടങ്ങാണ്, ഈ ഹോളിയുമായി ബന്ധപ്പെട്ട ചടങ്ങാണ്. അതിനുശേഷം ഇന്ന് രാവിലെ ഈ ക്ഷേത്ര ദർശനമാണ് ഉത്തരേന്ത്യക്കാരുടെ ഈ ഹോളി ആഘോഷങ്ങളുടെ ഒരു പതിവ് രീതി എന്നുള്ളത്. ഈ ക്ഷേത്ര ദർശനത്തിന് ശേഷം ഇതേപോലെ സമാനമായി ഈ മധുരപലഹാര വിതരണങ്ങളും അതേപോലെ തന്നെ ഇങ്ങനെ കളറുകൾ വാരി വിതറുകയും പുഷ്പങ്ങൾ വാരി വിതറുകയും പൂക്കളൊക്കെ ഇങ്ങനെ വാരി വിതറുകയും വലിയ ആഘോഷമാണ് ഹോളി എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലൊക്കെ. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഉത്തരേന്ത്യയിലെ ഡൽഹിയിൽ റെഡ് ഫോർട്ടിലെ ഗൗരി ശങ്കർ മന്ദിറിലാണ്. വളരെ പ്രാചീനമായ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഈ ഹോളി ആഘോഷം നടക്കുന്നതിൻ്റെ ഒരു ചടങ്ങാണ് ഇപ്പോൾ കാണുന്നത്. വലിയ കളറുകളൊക്കെ വാരി വിതറി വലിയ ആഘോഷമാണ്. ഒപ്പം തന്നെ ഈ ഭജനയും നമുക്ക് കേൾക്കാൻ കഴിയും. ഒപ്പം ഈ ആഘോഷങ്ങൾക്കൊപ്പം തന്നെ ഭക്തിയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷം തന്നെയാണ് ഹോളി എന്നുള്ളത്. ഇത് ഉത്തരേന്ത്യയിൽ മധുരയിലാണ്, ഈ ഉത്തർപ്രദേശിലെ മധുരയിലാണ് വലിയ രീതിയിൽ ഈ ഹോളി ആഘോഷങ്ങൾ നടക്കുക. അവിടെ ഈ രാധാകൃഷ്ണ പ്രണയത്തിൻ്റെ സൂചന കൂടി ഈ ഹോളി ആഘോഷങ്ങളെ കരുതുന്നു. അവിടെ ഈ മധുര വൃന്ദാവനിൽ വലിയ ആഘോഷമാണ്. അതൊക്കെ ഈ മധുര വൃന്ദാവൻ മാത്രമല്ല, ഉത്തരേന്ത്യയിൽ ആകെ വലിയ ആഘോഷമാണ്. ഇവിടെ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം, എത്ര വർണ്ണ വിസ്മയമാണ് ഈ ഹോളി ആഘോഷങ്ങൾ. പരസ്പരം ഈ വർണ്ണഛായങ്ങൾ പരസ്പരം ഈ വാരി വിതറുന്ന വലിയ സന്തോഷത്തിൻ്റെ ആഘോഷം, വലിയ ആഹ്ലാദത്തിൻ്റെ ആഘോഷമൊക്കെയാണ് ഈ ഹോളി എന്നുള്ളത്. ആ ഹോളി ആഘോഷങ്ങൾ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ഏതാണ്ട് ഉച്ച സമയം വരെ ഇങ്ങനെ സമാനമായ രീതിയിൽ ഈ കളറുകളൊക്കെ തന്നെ വാരി വിതറിയുള്ള ഈ ആഘോഷങ്ങൾ നിൽക്കും. ഇവിടെ എത്തുന്ന ആൾക്കാരുടെ ശരീരങ്ങളിൽ പരസ്പരം മുഖത്തൊക്കെ പരസ്പരം ഈ വർണ്ണഛായകളേക്കും ആർക്കും പരസ്പരം പരാതിയോ പരിഭവങ്ങളോ ഇല്ല. ഇന്നത്തെ ഈ ആഘോഷങ്ങളുടെ പ്രത്യേകതയാണ്, ഈ ഹോളിയുടെ പ്രത്യേകതയാണ് ഇങ്ങനെ വർണ്ണഛായകളൊക്കെ തന്നെ വാരിപ്പൂശുകയും വിതറുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഭക്തിയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങളാണ് ഉത്തരേന്ത്യയിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം, വളരെ ഗംഭീരമായി ഈ കളറുകളൊക്കെ തന്നെ വാരി വിതറി ഉള്ള വലിയ ആഘോഷങ്ങൾ. ഇപ്പോൾ ഈ ഗൗരി ശങ്കർ മന്ദിറിൽ അത്തരം ആഘോഷങ്ങൾ, ഭക്തരുടെ ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. ഭജന, വലിയ ശിവഭക്തി ഗാനം, ഒപ്പം തന്നെ ഈ വർണ്ണ വിസ്മയം, ഈ കളറുകളൊക്കെ തന്നെ വാരി വിതറുന്ന കാഴ്ച, അതാണ് ഇവിടെ നടക്കുന്നത്. വലിയ സിലിണ്ടറുകൾ, വലിയ ഈ ചായങ്ങൾ നിറച്ച വലിയ സിലിണ്ടറുകൾ തന്നെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ തുറന്ന് വെക്കുകയാണ്. ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ പോലുള്ള വലിയ സിലിണ്ടറുകളിൽ വലിയ ചായങ്ങൾ ഹൈ പ്രഷറിൽ ഈ കളറുകൾ നിറച്ച് അതിങ്ങനെ തുറന്നു വിടുകയാണ്. ഈ പരിസരമാകെ ഇങ്ങനെ വിവിധ വർണ്ണ ഛായകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. പുരാണങ്ങളിൽ ഒത്തിരി ഐതിഹ്യങ്ങളുണ്ട് ഈ ഹോളിയുമായി ബന്ധപ്പെട്ട്. ഹിരണ്യകശിപുവിനെ നരസിംഹ അവതാരം പിറവിയെടുത്ത് ഈ അദ്ദേഹത്തെ ഹിരണ്യകശിപുവിനെ വധിച്ച ദിനമെന്നുള്ള ഒരു സങ്കല്പവുമുണ്ട്. ഒപ്പം രാധാകൃഷ്ണ പ്രണയത്തിൻ്റെ സൂചന കൂടിയാണ് ഹോളി ആഘോഷം എന്നുള്ളത്. ഇതിനെല്ലാം ഉപരി തന്നെ ഈ മാനവികതയുടെ അല്ലെങ്കിൽ മറ്റ് മതസ്ഥരുടെയും പരസ്പരമുള്ള ഒരു വിശ്വാസത്തിൻ്റെയും ആഘോഷങ്ങളുടെയും മതമൈത്രിയുടെ ഒക്കെ ആഘോഷം കൂടിയാണ് ഉത്തരേന്ത്യയിൽ ഹോളി എന്നുള്ളത്. ഏതാണ്ട് കർണാടകത്തിൻ്റെ വടക്ക് ഭാഗം മുതൽ തന്നെ ഹോളി ആഘോഷിക്കുന്നുണ്ട്. കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, അതേപോലെ തന്നെ ഗോവയിൽ കൊങ്കണി ഭാഗമൊക്കെ തന്നെ വലിയ രീതിയിൽ ഹോളി ആഘോഷിക്കാറുണ്ട്. അതേപോലെ തന്നെ മധ്യപ്രദേശിലാണേലും ഗുജറാത്തിലാണേലും പഞ്ചാബിലാണേലും ഹരിയാനയിലാണേലും
എന്തായാലും ഉത്തരേന്ത്യയിലാകെ വർണ്ണ വിസ്മയം തീർത്തുകൊണ്ടുള്ള വലിയ ആഘോഷമാണ് ആ ഹോളി. വലിയ ഉത്സവമാണ് ആ ഹോളി ആഘോഷിക്കുന്നത്. ഇവിടെ ഈ ക്ഷേത്രത്തിൽ അവർ എത്രമാത്രമാണ് ഈ ഹോളിയെ ഭക്തിക്കൊപ്പം ആഘോഷം കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ആ ഹോളി എങ്ങനെ ആഘോഷിക്കുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. വളരെ ആനന്ദപൂർവ്വമാണ് അവർ നൃത്തം ചവിട്ടുന്നത്. ഭഗവത് ഭക്തി ഗാനങ്ങൾ അത് ശ്രമിച്ചുകൊണ്ടും പാടിക്കൊണ്ടുമൊക്കെ തന്നെ വലിയ സന്തോഷത്തിൽ വലിയ ആരവത്തിലാണ് ഈ ഹോളി ആഘോഷങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഈ ഹോളി ആഘോഷങ്ങൾ ഈ ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും നടക്കുന്നു. ഒപ്പം തന്നെ ലോകത്തിൻ്റെ പല മേഖലകളിലും സമാനമായ ആഘോഷങ്ങൾ. എവിടെയൊക്കെ ഈ ഹൈന്ദവ സംസ്കാരമുണ്ടോ അവിടെയെല്ലാം തന്നെ ഇങ്ങനെ ഹോളി ആഘോഷിക്കപ്പെടുന്നു. ഒപ്പം തന്നെ പഞ്ചാബി സമൂഹവും സിഖ് സമൂഹവും ഈ ഹോളി ആഘോഷത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. ഏവർക്കും ഈ ആഘോഷം എന്നതിന് ഉപരി ഒരു ഭക്തിയുടെ കൂടി ഒരു ഉത്സവമാണ് ഈ ഹോളി ആഘോഷം. പിന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ശൈത്യകാലം കടന്നുപോയി വസന്തകാലത്തിൻ്റെ ഒരു വരവ് കൂടി ആഘോഷിക്കുന്ന ഒരു സമയമാണ് ആ ഹോളി എന്നുള്ളത്. ഇങ്ങനെ വർണ്ണ വിസ്മയങ്ങൾ, ഈ കളറുകളൊക്കെ തന്നെ വാരി വിതറി ഈ ആഘോഷങ്ങൾ ഇങ്ങനെ വൈകുന്നേരം വരെ ഇങ്ങനെ തുടരും. ഒപ്പം ഈ ഡൽഹിയുടെ രാജ്യത്തിൻ്റെ ഒക്കെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ക്ഷേത്രങ്ങളിലും വലിയ ഭക്തജന തിരക്കുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം അവർ എത്രമാത്രമാണ് അവർ ആഹ്ലാദിക്കുന്നത്, ഈ ഹോളി എത്രമാത്രമാണ് അവർ ആഘോഷിക്കുന്നത്. ഉത്തരേന്ത്യയിലൊക്കെ ഇന്ന് സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാലയങ്ങൾക്കും ഒക്കെ തന്നെ അവധിയാണ്. വലിയ ആഘോഷമാണ് ഉത്തരേന്ത്യയിൽ ഹോളി എന്നുള്ളത്. ഒരുപക്ഷെ കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമാകും ഒരുപക്ഷെ ഈ ഹോളി അത്രമാത്രം വലിയ ആഘോഷമായി കരുതപ്പെടാത്തത്. ഉത്തരേന്ത്യയിലാകെ അല്ലെങ്കിൽ ഏതാണ്ട് കർണാടകയുടെ ഉത്തരഭാഗം മുതൽ ഇങ്ങ് ഭാരതം മുഴുവൻ വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഹോളി. ഇന്നിപ്പോൾ ഈ ഹോളിയോടനുബന്ധിച്ച് രാജ്യത്താകെ സുരക്ഷ കൂടി കർശനമാക്കിയ ഒരു പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഈ റംസാൻ മാസം കടന്നു പോകുന്നു. രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ്. ഉച്ചവരെ ഹോളി ആഘോഷങ്ങൾ നിൽക്കുന്നു. നമുക്കറിയാം ഹോളിയുടെ പ്രത്യേകത ഇങ്ങനെ പരസ്പരം ഈ കളറുകൾ വാരി വിതറി ഉള്ള ആഘോഷമാണ് ഹോളി. അങ്ങനെ ഈ നിസ്കരിക്കാൻ വരുന്ന അല്ലെങ്കിൽ അത്തരം അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുണ്ടാകുമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സ്പർദ്ധയ്ക്കത് കാരണമാകുമോ ഒക്കെയുള്ള സംശയങ്ങളുടെ അല്ലെങ്കിൽ അത്തരം ഇന്റലിജൻസ് വിവരങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി രാജ്യതലസ്ഥാനത്ത് മാത്രമല്ല ഭാരതത്തിലുടനീളം അത്തരം കനത്ത സുരക്ഷയിൽ കൂടിയാണ് ഈ ആഘോഷങ്ങൾ കടന്നു പോകുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഡൽഹിയിലേക്ക് വരുന്ന വാഹനങ്ങളൊക്കെ ഡൽഹി പോലീസ് പരിശോധിച്ചു തുടങ്ങിയിരുന്നു. അതേപോലെ തന്നെ ആഘോഷങ്ങൾ ഇന്നലെ രാത്രി മുതൽ തന്നെ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഇന്നലെ ഡൽഹി നിയമസഭയിലൊക്കെ വലിയ ആഘോഷങ്ങളായിരുന്നു. ഈ ഹോളി ദഹൻ എന്ന ആഘോഷം വലിയ രീതിയിൽ മന്ത്രിമാരും സ്പീക്കറും അടങ്ങുന്ന വലിയ ആഘോഷമായിരുന്നു ഇന്നലെ ഡൽഹി നിയമസഭയിൽ നടന്നത്. ഒപ്പം അതേപോലെ തന്നെ മന്ത്രിമാരുടെ വീടുകളിൽ, പ്രത്യേകിച്ച് രാജസ്ഥാൻ മുഖ്യമന്ത്രി, മധ്യപ്രദേശ് മുഖ്യമന്ത്രിയൊക്കെ തന്നെ ഇന്നലെ അവരുടെ വീടുകളിൽ ഈ ഹോളി ദഹൻ എന്ന് പറയുന്ന ആഘോഷം, അത് ഈ ഹോളി ദഹനത്തിന് തൊട്ടു മുന്നേയുള്ള ചൊണ്ടാ ഹോളി ദിവസം രാത്രിയിൽ നടക്കുന്ന ചടങ്ങാണ്. ആ ചടങ്ങ് ഇന്നലെ ഈ പ്രമുഖരൊക്കെ തന്നെ ആ ചടങ്ങിൽ പങ്കെടുത്തു. മാത്രമല്ല ഇന്നലെ ഡൽഹിയിലും റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലും ഒക്കെ തന്നെ ഇങ്ങനെ ഈ ഹോളി ദഹൻ ചടങ്ങുകൾ, ആദ്യം ഭജന, പിന്നീട് ഒരു രൂപമുണ്ടാക്കി അതിനെ കത്തിക്കുന്ന ഒരു ചടങ്ങാണ് ഹോളി ദഹൻ. അതോടുകൂടിയാണ് ഈ ഹോളി ആഘോഷങ്ങൾ തുടങ്ങുന്നത്. ഇന്ന് രാവിലെ ഈ ക്ഷേത്ര ദർശനം, ഇതേപോലെ തന്നെ ഭജന, ഇങ്ങനെ ഇതോടുകൂടി ഈ ക്ഷേത്ര ദർശനത്തോടുകൂടി തന്നെ അവരുടെ ആഘോഷങ്ങൾ തുടങ്ങുകയാണ്. ഇങ്ങനെ താളമേളങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ വർണ്ണങ്ങൾ വാരിയുതറിയുള്ള ഉത്സവം ഏതാണ്ട് ഉച്ചവരെ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു പ്രത്യേക അനുഭൂതിയിൽ, ആധ്യാത്മിക അനുഭൂതി കൂടി സ്വീകരിച്ചുകൊണ്ട് അവരെല്ലാം ഇങ്ങനെ ആനന്ദ നൃത്തം ചവിട്ടുന്ന കാഴ്ച ഉത്തരേന്ത്യയിലുടനീളം കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ രാവിലെ പുലർച്ചെ ക്ഷേത്രങ്ങളിലാണെങ്കിൽ ഇന്നിപ്പോൾ ഇത് തെരുവുകളിലേക്ക് വ്യാപിക്കുകയാണ്. ഓരോ തെരുവുകളിലും ഇതേപോലെ തന്നെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ടുള്ള ആഘോഷങ്ങളാകും തെരുവുകളിൽ നടക്കുക. റെസിഡൻസ് അസോസിയേഷൻ കേന്ദ്രീകരിച്ച്, അതേപോലെ തന്നെ ഇന്നലെ ഇന്നിപ്പോൾ അവധിയാണ്, സർക്കാർ ഓഫീസുകളിലൊക്കെ തന്നെ ഇന്നലെ വലിയ ആഘോഷം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കോളേജുകളിൽ ഇപ്പോൾ JNU അടക്കമുള്ള ക്യാമ്പസുകളിൽ ഇന്ന് വലിയ ആഘോഷം ഈ ഹോളിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഈ വർണ്ണവിസ്മയം തീർത്തുകൊണ്ടുള്ളത് ഇതേപോലെ ഈ കൊച്ചു കുട്ടികളടക്കം വലിയ ആഘോഷമാണ്. ഹാപ്പി ഇങ്ങനെ കുടുംബസമേതം വന്നിട്ടുള്ള വലിയ ആഘോഷങ്ങളാണ് നടക്കുന്നത്. ഡൽഹിയിൽ മാത്രമല്ല ഉത്തരേന്ത്യയിൽ മുഴുവൻ ഇങ്ങനെ സമാനമായ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാന്ദിനി ചൗക്ക് റെഡ് ഫോർട്ടിൽ ഉള്ള ഗൗരീശങ്കർ, പ്രാചീന ഗൗരീശങ്കർ മന്ദിറിലാണ്. ഇവിടെ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ്. ഇതേപോലെ തന്നെ കൊണാക്ഷേത്രത്തിലുള്ള ഹനുമാൻ മന്ദിറുണ്ട്, അവിടെയും വലിയ ഭക്തജന തിരക്കാണ്. ഡൽഹിയിലെ പല ഭാഗങ്ങളിലുള്ള പ്രാചീന ക്ഷേത്രങ്ങളിൽ ലിണ്ടേവാല ഹനുമാൻ ക്ഷേത്രമുണ്ട്, അവിടെയും വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നു. ഇങ്ങനെ ഡൽഹിയിലെ പല ഭാഗങ്ങളിലുള്ള ക്ഷേത്രങ്ങളിൽ
വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇതിനൊപ്പം തന്നെ ഡൽഹിയിലെ വിവിധ ഭാഗങ്ങളിൽ തെരുവുകളിലേക്ക് കൂടി ഈ ആഘോഷങ്ങൾ വ്യാപിക്കുകയാണ്. ഈ രാവിലത്തെ ക്ഷേത്ര ദർശന ചടങ്ങുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആഘോഷങ്ങൾ ഇനി തെരുവുകളിലേക്ക്, വീടുകളിലുള്ളിലേക്കും പുറത്തേക്കുമൊക്കെ വ്യാപിച്ച് വലിയ വർണ്ണ വിസ്മയങ്ങൾ, മധുരപലഹാരങ്ങളെ സമീപിക്കുക അല്ലെങ്കിൽ അവരുടെ വീടുകളിലേക്ക് മധുരപലഹാരങ്ങളുമായി പോവുക എന്നുള്ളതാണ്. ഉച്ചവരെയാണ് ഇങ്ങനെ ഈ കളറുകളൊക്കെ വാരി വിതറിയുള്ള അല്ലെങ്കിൽ ഈ വെള്ളമൊക്കെ ദേഹത്തൊഴിച്ചുള്ള ആഘോഷങ്ങൾ നടക്കുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഇത് ബന്ധുജനങ്ങളെ സമീപിക്കുവാനുള്ള ഒരു ആഘോഷമായി മാറുന്ന ഒരു കാഴ്ചയാണ് സാധാരണ ഹോളിയുടെ ഭാഗമായി നടക്കുന്നത്. മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യും. അതേപോലെ തന്നെ ഈ സാധു ജനങ്ങൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളതും ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങാണ്. അതായത് സേവന പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതും ഈ ഹോളിയുമായി ബന്ധപ്പെട്ട ചടങ്ങാണ്. ആത്യന്തികമായി എല്ലാം ഒരു ഭക്തിയുടെ പിൻബലത്തിൽ നടക്കുന്ന ആഘോഷമാണ്. ആ ആഘോഷം ഉത്തരേന്ത്യയിലാകെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു. വീണ. ഉത്തരേന്ത്യയിലെ ഹോളി കാഴ്ചകളാണ് നമ്മളെ കാണിച്ചത്. നന്ദനും ഹാപ്പി ഹോളി. പക്ഷേ നന്ദൻ പറഞ്ഞു കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമാണ് ഇത് അത്രത്തോളം ആഘോഷം അല്ലാത്തതെന്ന്. എന്നാൽ കേരളത്തിൽ ഇപ്പോൾ വളരെ സജീവമായി തന്നെ ഹോളി ആഘോഷിക്കപ്പെടുന്നുണ്ട്. കൊച്ചിയിലെ ഉത്തരേന്ത്യൻ സമൂഹം ഹോളി ആഘോഷിച്ചു. പരമ്പരാഗത രീതിയിൽ ഹോളി പൂജയും ഹോളി ദഹനവും നടത്തിയായിരുന്നു ആഘോഷം. കൊച്ചിയിൽ നിന്നും കിരൺ കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. രാജ്യമെങ്ങും ഹോളി ആഘോഷത്തിൻ്റെ നിറവിലാണ്. അതുകൊണ്ട് തന്നെ കൊച്ചിക്ക് ഒരിക്കലും തന്നെ ഈ ഹോളി ആഘോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കാനാവില്ല. വലിയൊരു സമൂഹം തന്നെ നോർത്ത് ഇന്ത്യൻ സമൂഹം കൊച്ചിയിലുണ്ട്. അവരും വലിയ രീതിയിൽ തന്നെ ആഘോഷങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ ഒത്തുചേർന്നിരിക്കുകയാണ്. എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ നോർത്ത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ വിവിധ സംഘടനകളെല്ലാം ചേർന്നുകൊണ്ട് ആളുകളെല്ലാം ചേർന്നുകൊണ്ട് വലിയൊരു ആഘോഷ പരിപാടിയാണ് നടത്തുന്നത്. ഏതായാലും നോർത്ത് ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രതിനിധികൾ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് സാർ പരിപാടികൾ? ഇത് ഇന്നത്തെ ഈ ഹോളിയുടെ ഫംഗ്ഷൻ വന്നിട്ട് നോർത്ത് ഇന്ത്യൻ അസോസിയേഷൻ്റെ ബാനറിലാണ് നടന്നു വരുന്നത്. കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ ഫംഗ്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഞങ്ങൾ ഇതുപോലെ തന്നെ ഹോലി ദഹനം എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളായിട്ട് കേരളത്തിലും എറണാകുളത്തിലും ഒരുപാട് നോർത്ത് ഇന്ത്യൻ ഫാമിലീസ് വന്നു തുടങ്ങി. അപ്പോൾ അവർക്ക് വേണ്ടി ഇതൊരു പ്ലാറ്റ്ഫോമാണ്. ഞങ്ങളിത് നേരത്തെ നടത്തുമ്പോൾ ഭയങ്കര ഒരുപാട് അത്രയും ക്രൗഡ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു വർഷം തോറും ഇന്ന് ഒരു 3,500-4,000 ആൾക്കാരൊന്നും വന്ന് പോയിട്ടുണ്ട്. അതുപോലെ എല്ലാ ദിവസവും ഇങ്ങനെ ആൾക്കാർ കൂടി വരിക. അപ്പോൾ ഈ ഹോളി എന്ന് പറയുന്നത് ഈ ഹോളി ഫെസ്റ്റിവൽ ബിലീവ് ചെയ്യണ എല്ലാവരും ഇൻവൈറ്റഡാണ്. ഇതിനകത്ത് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇല്ല, ഒരു പെർട്ടിക്കുലർ കാസ്റ്റോ ക്രീഡ് അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഈവൻ ഞങ്ങളുടെ കുറേ മലയാളി ഫ്രണ്ട്സ് വരെയും വരുന്നുണ്ട്. ഇപ്പം മലയാളി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളിയായി. ഞാനിവിടെ വന്നിട്ട് 57 വർഷമായി. അപ്പോൾ ഞങ്ങൾ മലയാളം എന്ന് പറയുന്നത് ഞങ്ങളുടെ നാടിപ്പോൾ കേരളം തന്നെയാണ്. പക്ഷേ ഈ ഫെസ്റ്റിവൽ ഞങ്ങളുടെ ഈ നാട്ടിൽ ഞങ്ങൾ ഇത്രയും ദൂരെ വന്നിട്ടും ഞങ്ങളുടെ ആ കൾച്ചർ നിലനിൽക്കുന്നത് ഞങ്ങളിങ്ങനത്തെ ഒരു അസോസിയേഷനും ഞങ്ങളുടെ കൂടെ ഇവിടെ നിന്ന് എല്ലാവരും സഹകരിച്ചു തന്നെ ഞങ്ങളുടെ ഈ എല്ലാം ഞങ്ങളുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നാളെ ഞങ്ങളുടെ ഹോളി കളിക്കണത്, അതായത് ഹോളി 2 ദിവസമാണ് ഫെസ്റ്റിവൽ. ഒന്ന് ഹോലി ദഹനം, നെക്സ്റ്റ് ഡേ ഹോലി കളർ ഫെസ്റ്റിവൽ. അത് തന്നെയാണ് ഈ പൊതുവെ ഹോളി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കളറുകളുടെ ഉത്സവമാണ്. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ വേറെ രീതിയിൽ, അതായത് ഹോളി ദഹനമൊക്കെ കാണുന്നത്. എങ്ങനെയാണ് അതിൻ്റെ ഒരു ഐതിഹ്യങ്ങൾ? ഇന്ന് അതിന് പൂജയാണ്, നാളെ കളർ ഫെസ്റ്റിവലാണ്, ഇന്ന് പൂജ. അപ്പോൾ ഇന്ന് ഈ ഹോലി ദഹനം എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഹോളിയുടെ ഐതിഹ്യം അറിയാം എല്ലാവർക്കും. ഹോളി എങ്ങനെയാണ് ഹോലിക്ക എന്ന് പറഞ്ഞാൽ ഒരു അതായത് അവർക്ക് കിട്ടിയ ഒരു വരദാനമാണ്. അതായത് അവരെ തീ കത്തിക്കൂല എന്നുള്ളത്. അവരെ പ്രഹ്ലാദനെ കത്തിക്കാനായിട്ടാണ് അവർ കെട്ടിപ്പിടിച്ചിരുന്നതിനപ്പോൾ അവർ കത്തിപ്പോയി, പ്രഹ്ലാദൻ കത്തിയില്ല. അപ്പോൾ നരസിംഹ ഭഗവാന്റെ അവതാരത്തിൽ വന്നിട്ട് പ്രഹ്ലാദൻ രക്ഷിച്ചാണ്. അപ്പോൾ ഞങ്ങളിന്ന് കാലത്ത് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ആദ്യം നരസിംഹ പൂജയും പ്രഹ്ലാദിൻ്റെ പൂജ കഴിഞ്ഞിട്ടാണ് ഹോലി കത്തിക്കുന്നത്. ഹോലി കത്തിക്കുന്നത് സെലിബ്രേറ്റിംഗ് ഗുഡ് ഓൺ ഈവിൾ, അതാണ് ഹോളിയുടെ മഹത്വം. അതേപോലെ നാളെയാണ് ഞങ്ങൾ വി ആർ ഗോയിങ് ടു പ്ലേ ഹോലി കളർ ഫെസ്റ്റിവൽ. നാളെ 10:30 മണിക്ക് DD റിട്രീറ്റിൽ കാലത്ത് 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. വിത്ത് റെയിൻ ഡാൻസ്, കളർ, DJ, മ്യൂസിക്, ഫുൾ ഭക്ഷണം എല്ലാം ഉണ്ട്. ഫുൾ ആഘോഷമായിരിക്കും നാളെ. ഒരുപാട് പേര് വരുന്നുണ്ട്, നിങ്ങളുടെ വലിയ കമ്മ്യൂണിറ്റി തന്നെയാണ്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ആളുകൾക്കിടയിൽ എങ്ങനെയാണ് നിങ്ങളുടെ എണ്ണത്തിൽ വലിയൊരു വർധനമുണ്ടായിട്ട്? ഒരുപാട് അതായത് ഒരുപാട് ആൾക്കാർ ഇതിനകത്ത്. അതായത് എല്ലാ ദിവസവും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇന്ന് നമ്മൾ കേരളത്തിൻ്റെ മൊത്തം ഡിപ്പാർട്ട്മെന്റ് തന്നെ നോക്കുവാണെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് കൂടി വരുന്നതാണ്. അത് പോലീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ GST, ഇൻകം ടാക്സ്, അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ്, സെൻട്രൽ ഡിപ്പാർട്ട്മെന്റിൽ നോർത്ത് ഇന്ത്യൻസിൻ്റെ ആൾക്കാർ കൂടി വരികയാണ്. അതേപോലെ തന്നെ കേരള ഇറ്റ്സ് എ പ്ലേസ് വെയർ വി ക്യാൻ ഡു ഗുഡ് ബിസിനസ്. ഇത് തെറ്റാണ്ടോ? ഞങ്ങൾ കേരളത്തിൽ വന്നിട്ട് ഇത്രയും വർഷമായി. കേരള ഒരു ബിസിനസ് ചെയ്യാൻ പറ്റണ ഒരു സ്ഥലമാണ്.
ഒരു തെറ്റായ പ്രചരണമാണ് കേരളത്തിൽ വന്ന ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അത് മാറിക്കൊണ്ടിരിക്കുകയാണ് പതിയെ പതിയെ. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് അട്രാക്ട് ചെയ്ത് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു വേദിയാണ്. അതായത് ഇവിടെ നിന്ന് ബിസിനസ് ചെയ്ത് അവൾ വരലാനായിട്ട്. ഇപ്പോൾ ഞങ്ങൾ തന്നെ നോക്കിക്കോളൂ. ഇപ്പോൾ 55 വർഷമായിട്ട് എങ്ങും പോകേണ്ടി ഇവിടെ തന്നെ. എൻ്റെ മക്കളായി, ഞാൻ ഇപ്പോൾ ഗ്രാൻഡ് ഫാദറായി, അവരും ബിസിനസ്സിലാണ്. അപ്പോൾ മാക്സിമം ബിസിനസ് കമ്മ്യൂണിറ്റിയാണ് വരുന്നത് ഇവിടെ. അപ്പോൾ അവരെല്ലാവരും ഫ്ലറിഷ് ചെയ്യുന്നുണ്ട് ഈ ഗോഡ്സ് ഓൺ കൺട്രിയിൽ. ഓക്കെ, വളരെയധികം നന്ദി. ഏതായാലും വലിയൊരു ആഘോഷം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചിയിൽ ഉള്ള ഉത്തരേന്ത്യൻ സമൂഹം അവരുടെ തനതായ രീതിയിൽ തന്നെയുള്ള ആഘോഷങ്ങൾ നടത്തി വരികയാണ്. വർഷങ്ങളായിട്ട് തന്നെ ഇങ്ങനെ കൊച്ചിയിൽ ഈ ആഘോഷം നടന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് കൊച്ചിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ വിവിധ ആവശ്യങ്ങൾക്കായി വന്ന് വർഷങ്ങളായി താമസിച്ചു വരുന്നുണ്ട്. ആ സമൂഹം വലിയ രീതിയിൽ തന്നെ വർദ്ധിച്ചു വരുന്ന അത്തരത്തിൽ അവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സമയത്ത് ഹോളിയെ പോലും ആ ഹോളിയുടെ ആഘോഷങ്ങൾ അതിൻ്റെ പരമ്പരാഗതമായ രീതിയിൽ എല്ലാവരും പരിചയപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും ചേർത്തുകൊണ്ട് അത് നടത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് ഈ ഹോളി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഹോളി ദഹനം, അതിനുശേഷം ഈ ഹോളിയുടെ നിറങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങളും ഉണ്ടാവും. ഏതായാലും കൊച്ചിയിലുള്ള നോർത്ത് ഇന്ത്യൻ സമൂഹം അത് പരമ്പരാഗതമായ രീതിയിൽ തന്നെയുള്ള ഹോളി ആഘോഷങ്ങളുമായി അവർ ഒത്തുചേർന്നിരിക്കുകയാണ്. ഇനി രാജ്യാന്തരം വാർത്തകളിലേക്കാണ് പോകേണ്ടത്. വെടിനിർത്തൽ നിർദ്ദേശത്തോടുള്ള പുടിന്റെ പ്രതികരണം കൃത്രിമത്വം നിറഞ്ഞതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി. റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. സമാധാന ശ്രമങ്ങൾ റഷ്യ വൈകിപ്പിക്കുകയാണ്. വെടിനിർത്തൽ ധാരണയ്ക്ക് തയ്യാറല്ലെന്ന് ട്രംപിനോട് പറയാൻ പുടിന് ധൈര്യമില്ല. വെടിനിർത്തൽ വൈകിപ്പിക്കുകയാണ് റഷ്യയുടെ ലക്ഷ്യമെന്നും സെലൻസ്കി പറഞ്ഞു. അതേസമയം അമേരിക്കയുടെ നിർദ്ദേശം അംഗീകരിക്കുന്നുവെന്ന് വ്ളാഡിമിർ പുടിനും പറഞ്ഞു. Тим більше, що зараз ми всі почули з Росії дуже передбачувані, дуже маніпулятивні слова Путіна у відповідь на ідею тиші на фронті. Він фактично готує відмову станом на зараз. Путін, звісно, боїться сказати прямо президенту Трампу, що хоче продовжувати цю війну, хоче вбивати українців. І тому вони там в Москві обставляють ідею тиші. വിവരങ്ങളുമായി ഐസനപ്പോൾ എന്താണ് സെലൻസ്കിയുടെ നിലപാട്? വീണ, തീർച്ചയായും സെലൻസ്കി തൻ്റെ നിലപാട് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ യുക്രൈൻ യുദ്ധ വിഷയത്തിൽ റഷ്യ സ്വീകരിക്കുന്നത് ആത്മാർത്ഥമായൊരു നിലപാടല്ല എന്ന കർശനമായൊരു നിലപാട് തന്നെയാണ് സെലൻസ്കിയുടെ ഭാഗത്തു നിന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തി, അതായത് വെടിനിർത്തലിന് ശാശ്വത സമാധാനത്തിന് അല്ലെങ്കിൽ 30 ദിവസത്തെ ആദ്യഘട്ട അല്ലെങ്കിൽ ഒരു താൽക്കാലിക വെടിനിർത്തലിനെ തയ്യാറല്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പറയാൻ റഷ്യൻ പ്രസിഡന്റിന് ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് വഴി സമാധാന ശ്രമങ്ങളെ തുരങ്കം വയ്ക്കുന്ന ഒരു നീക്കമാണ് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന കടുത്തൊരു ആരോപണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ റഷ്യ ഈ വെടിനിർത്തലിന് തയ്യാറല്ല എന്ന ഒരു സൂചനയാണ് ഇതുവഴി നൽകുന്നത്. അത് വിശ്വസിക്കാവുന്ന ഒരു രീതിയല്ല എന്ന നിലപാടാണ് നേരത്തെ തന്നെ സെലൻസ്കി വ്യക്തമാക്കിയത്. വെടിനിർത്തൽ ധാരണയ്ക്ക് റഷ്യ തയ്യാറായാൽ ഏത് രീതിയിലുള്ള പ്രതികരണമാണ് പിന്നീട് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്ന് വ്യക്തമല്ലാത്തൊരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അത് അവർ ആ നിലപാടുകൾ മാറ്റാനുള്ളൊരു സാഹചര്യമുണ്ട് എന്ന രീതിയിലെല്ലാം തന്നെ വളരെ ശക്തമായ ചില വിമർശനങ്ങൾ അദ്ദേഹം നേരത്തെ തന്നെ, അതായത് ഏതാണ്ട് ഒരു മാസം മുമ്പ് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ വോളോഡിമിർ പുടിൻ്റെ ഭാഗത്തു നിന്ന് ഇന്നലെ ഉണ്ടായ പ്രസ്താവന. നമുക്കറിയാവുന്നതാണ്, ഇന്നലെ അദ്ദേഹം വെടിനിർത്തലിന് ധാരണയ്ക്ക് തയ്യാറാണ്, എന്നാൽ എന്താണോ യുദ്ധമുണ്ടാകാനുണ്ടായ സാഹചര്യം അത് പരിഹരിക്കപ്പെടണമെന്ന നിലപാടാണ് റഷ്യയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ പുടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ നിലപാടിന് പിന്നാലെയാണ് ഇപ്പോൾ സെലൻസ്കി പ്രതികരണവുമായി എത്തിയിരിക്കുന്നത്. അത്തരത്തിൽ യുക്രൈൻ സ്വദേശികളെ അല്ലെങ്കിൽ യുക്രൈൻകാരെ കൊന്നൊടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു നീക്കം മാത്രമാണ് റഷ്യയുടെ ലക്ഷ്യം എന്ന രീതിയിലൊക്കെയുള്ള കടുത്ത രീതിയിലുള്ള പ്രതികരണങ്ങളാണ് അദ്ദേഹം തൻ്റെ വീഡിയോയിലൂടെ പുറത്തുവിടുകയും ചെയ്തത്. നിലവിലെ സാഹചര്യത്തിൽ യുക്രൈൻ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ ശക്തമായി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് തുടരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് യുക്രൈൻ പ്രതിനിധികളുമായി സൗദി അറേബ്യയിൽ ചർച്ച നടത്തിയിരുന്നു. മാർക്കോ റൂബിയോ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയ്ക്ക് പിന്നാലെ മാർക്കോ റൂബിയോ റിപ്പോർട്ട് ചെയ്തതിനനുസരിച്ച് വീണ്ടും നടപടികളിലേക്ക് നീങ്ങാമെന്ന് ട്രംപ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്റ്റീവ് വിറ്റ്കോഫുമായി, അതായത് ഈ വിഷയം പരിഗണിക്കുന്നതിന് വേണ്ടി, യുക്രൈൻ യുദ്ധം പരിഗണിക്കുന്നതിന് വേണ്ടി ട്രംപ് നിയോഗിച്ച പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ പുടിനുമായി ചർച്ച ചെയ്ത്, പുടിനുമായി ഈ രണ്ട് പേരുടെയും ചർച്ചയ്ക്ക് ശേഷമാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത്. വെടിനിർത്തലിന് തയ്യാറാണ്, പക്ഷേ യുദ്ധത്തിന് കാരണമായ അല്ലെങ്കിൽ യുദ്ധത്തിന് അടിസ്ഥാനപരമായ വിഷയങ്ങൾ പരിഹരിക്കപ്പെടണമെന്ന നിലപാടാണ് പുടിൻ സ്വീകരിച്ചത്. ആ നിലപാടിനെ ശക്തമായി എതിർക്കുകയാണ് ഇപ്പോൾ സെലൻസ്കി ചെയ്യുന്നത്. ഇത് യുദ്ധം
നിർത്താനുള്ള നീക്കമല്ല റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, യുദ്ധം തുടരാനാണ്. പക്ഷേ അത്തരത്തിലൊരു നിലപാടെടുക്കാൻ ട്രംപിനെ ഭയന്ന് പുടിൻ തയ്യാറാകുന്നില്ല, അത് പരസ്യമായി പറയുന്നില്ല എന്നൊരു നീക്കം, അങ്ങനെ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ സെലൻസ്കിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഗൗരവതരമായൊരു വിഷയത്തിലേക്ക് വീണ്ടും യുക്രൈൻ റഷ്യ സംഘർഷം നീങ്ങുന്നു എന്നാണ് ഇതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. കൊളംബിയ സർവകലാശാലയിൽ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭം സംഘടിപ്പിച്ച വിദ്യാർത്ഥികൾക്കെതിരെ നടപടി. താൽക്കാലികമായ പ്രക്ഷോഭകാരികളുടെ ബിരുദം തിരിച്ചെടുക്കണമെന്നും സർവകലാശാല അറിയിച്ചു. സസ്പെൻഷൻ, പുറത്താക്കൽ നടപടികൾക്ക് പുറമെയാണിത്. 2024 ഏപ്രിൽ 30-നാണ് കൊളംബിയ സർവകലാശാലയിലെ ഹാമിൽട്ടൺ ഹാളിൽ കടന്നുകയറി വിദ്യാർത്ഥികൾ ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധം നടത്തിയത്. ഐസൺ ജോസ് തുടരുന്നുണ്ട്. ഐസൺ, എന്ത് നിലപാടാണ് ഇപ്പോൾ സർവകലാശാല സ്വീകരിച്ചിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, സർവകലാശാല ഇക്കാര്യത്തിൽ കർശനമായ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അമേരിക്കയുടെ അതിർത്തിയിലുണ്ടായാൽ കർശന നടപടിയെടുക്കണമെന്ന് ട്രംപ് അധികാരമേറ്റതിന് ദിവസങ്ങൾക്കകം കൃത്യമായി പറയുകയും അത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ഈ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതിന് ശേഷവും കൊളംബിയ സർവകലാശാല ഇക്കാര്യത്തിൽ കാര്യമായ നടപടികളൊന്നും സ്വീകരിക്കാതിരുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ അതീവ ഗുരുതരമായ രീതിയിൽ പ്രശ്നങ്ങൾ പോയതോടുകൂടി $40 കോടി ഗ്രാൻഡ് യൂണിവേഴ്സിറ്റിക്ക് നൽകുന്ന ഗ്രാൻഡ് എല്ലാം തന്നെ അമേരിക്ക നിർത്തിവെക്കുകയും ചെയ്തു. അത്തരത്തിൽ കടുത്ത സമ്മർദ്ദത്തിൽ കൊളംബിയ യൂണിവേഴ്സിറ്റിയെ എത്തിക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടത്തിയവർക്കെതിരെ നടപടി വൈകുന്നൊരു സാഹചര്യത്തിൽ. ഇതേ തുടർന്നാണ് കടുത്ത നടപടികളിലേക്ക് യൂണിവേഴ്സിറ്റി നീങ്ങുകയും ചെയ്തത്. നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ ഹാമിൽട്ടൺ ഹാളിൽ കടന്നു കയറി ഇത്തരത്തിലൊരു പ്രക്ഷോഭം നടത്തുകയും ഇസ്രായേൽ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭം നടത്തുകയും ചെയ്ത, അല്ലെങ്കിൽ ഒരു പ്രതിഷേധം നടത്തുകയും ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ നടപടികളാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. അത് സസ്പെൻഷൻ, ചില വിദ്യാർത്ഥികൾക്ക് കോഴ്സിൽ നിന്ന് സസ്പെൻഷനും ചില കുട്ടികളെ ഡിസ്മിസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും കടുത്ത നടപടിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് താൽക്കാലികമായി അല്ലെങ്കിൽ ചെറിയൊരു കാലയളവിലേക്ക് ഇവർക്ക് നൽകിയ ബിരുദം സസ്പെൻഡ് ചെയ്യാനും, അതായത് ആ ബിരുദം ഉപയോഗിച്ച് അവർക്ക് ജോലി നേടാനോ അല്ലെങ്കിൽ തുടർ പഠനം സാധ്യമാക്കാനോ ഉള്ള അവസ്ഥ ഇല്ലാതാക്കുന്ന രീതിയിൽ താൽക്കാലികമായി ബിരുദം റിവോക്ക് ചെയ്യുന്നതിന്, തിരിച്ചെടുക്കുന്നതിനുള്ള ഒരു നീക്കം കൂടി അമേരിക്കയുടെ കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നതാണ് കർശന നടപടികളുടെ ഭാഗമായി മുന്നോട്ട് പോയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അമേരിക്കയിലെ വ്യാപകമായി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ തടയിടുക എന്ന കൃത്യമായ നിർദ്ദേശം ട്രംപ് നൽകിയിരുന്നു. ഇസ്രായേലുമായി മികച്ച ബന്ധം തുടരുന്നതിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു പ്രതികൂല അന്തരീക്ഷം സൃഷ്ടിക്കുമെന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് കടുത്ത നടപടികളിലേക്ക് അമേരിക്കയുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നീക്കങ്ങളുണ്ടായതും സ്വാഭാവികമായും ആ നീക്കങ്ങളെ അംഗീകരിക്കേണ്ട ഒരു സാധ്യതയിലേക്ക് കൊളംബിയ യൂണിവേഴ്സിറ്റി എത്തുകയും ചെയ്തത്. ദേവി, ശരിയായി സർ. നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്നതിന് തെളിവായി മയക്കുമരുന്ന് കേസുകളിൽ പിടിക്കപ്പെടുന്നവരുടെ കണക്കുകൾ. കോഴിക്കോട് 2 മാസത്തിനിടെ രാസലഹരി കേസുകളിൽ പിടിക്കപ്പെട്ടവരിൽ അധികവും തീവ്ര മതസംഘടനകളിൽ ഉൾപ്പെട്ടവരാണ്. ലഹരി കേസുകൾക്ക് പിന്നിൽ മതഭീകരവാദ ശക്തികൾക്ക് ബന്ധമുണ്ടെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ വാക്കുകൾ ശരിവെക്കുന്നതാണ് പുതിയ കണക്കുകൾ. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, വിവരങ്ങൾ എന്താണ്? ഈ 2 മാസത്തിനിടെ കോഴിക്കോട് രാസലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഉപയോഗവുമായി ബന്ധപ്പെട്ടോ ഒക്കെ തന്നെ പിടിക്കപ്പെട്ടവരുടെ കണക്ക് മാധ്യമങ്ങളിൽ വന്ന കണക്കുകൾ പരിശോധിക്കുന്ന സമയത്താണ് അവരൊക്കെ തന്നെ ഏതെങ്കിലും മത തീവ്ര സംഘടനകളിൽ പെട്ടവരാണ് എന്ന കാര്യം പുറത്തു വരുന്നത്. മാത്രം ഈ 2 മാസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ആ വിവരം ലഭിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോഴാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ വാക്കുകൾ ഇവിടെ ഏറെ പ്രസക്തമാവുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന ഇത്തരത്തിൽ ലഹരി കേസുകൾക്ക് പിന്നിൽ മത തീവ്രവാദ ശക്തികൾക്ക് ബന്ധമുണ്ടെന്നും പിടിക്കപ്പെടുന്നവരിൽ SDPI പോലുള്ള തീവ്ര സംഘടനകളിൽ പെട്ടവർ ഉണ്ടെന്നുമായിരുന്നു K. സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ശരിവെക്കുന്നതാണ്. കഴിഞ്ഞ 2 മാസം കോഴിക്കോട് നിന്ന് രാസലഹരി കേസുകളിൽ പിടിക്കപ്പെടുന്നവരുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. വീണ, ഓക്കെ, ശരി അനഘ. ആലപ്പുഴയിലെ CPM നേതാക്കൾ ഉൾപ്പെട്ട ലഹരിക്കടത്തിന് പോലീസ് ഒത്താശ. MDMAയുമായി SFA മുൻ ഏരിയ സെക്രട്ടറി പിടിയിലായ സംഭവത്തിൽ സ്റ്റേഷൻ ജാമ്യം നൽകിയത് CPM സമ്മർദ്ദത്തെ തുടർന്നാണ്. രാസ ലഹരിക്കടത്തിന്റെ കണ്ണികളിൽ പാർട്ടിയിലെയും ബഹുജന സംഘടനകളിലെയും പ്രമുഖരുമുണ്ട്. തുടരന്വേഷണം മരവിപ്പിച്ചതിന് പിന്നിൽ ആലപ്പുഴ ജില്ലയിലെ പ്രമുഖ CPM നേതാവിന്റെ ഇടപെടലുമുണ്ടായി. ഈ മാസം 2-നാണ് ആലപ്പുഴ സൗത്ത് പോലീസ് CPM ആലപ്പുഴ മുനിസിപ്പൽ സ്റ്റേഡിയം കിഴക്ക് ബ്രാഞ്ച് സെക്രട്ടറിയായ വിഘ്നേഷ് ജയരാജിനെ MDMAയും MDMA വിറ്റ് കിട്ടിയ പണവുമായി പിടികൂടിയത്.
തൊണ്ടിമുതലിന്റെ അളവ് കുറവാണെന്ന ന്യായീകരണമാണ് വിഘ്നേഷിന് സ്റ്റേഷൻ ജാമ്യം നൽകാൻ കാരണമായി പോലീസ് പറയുന്നത്. എന്നാൽ MDMA വിൽപ്പന നടത്തിയെന്നും FIR-ൽ പറയുമ്പോൾ കൂടുതൽ അളവിൽ MDMA ഉണ്ടായിരുന്നതായും അത് മറ്റ് ഗുരുതരമായ വകുപ്പുകൾ ചുമത്താവുന്നതാണെന്നും പോലീസിനും ബോധ്യമുള്ളതാണ്. എന്നാൽ കേസിൽ സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ച പോലീസ് ഈ കേസിന്റെ കാര്യം രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു. ഇതിനെല്ലാം പിന്നിൽ CPM നേതാക്കളുടെ ഇടപെടലാണെന്നാണ് ആക്ഷേപമുയരുന്നത്. ആലപ്പുഴയിൽ നിന്നും മയക്കുമരുന്ന് കച്ചവടവും ഉപയോഗവും നടത്തുന്ന വിഘ്നേഷ് അറസ്റ്റിലായി എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ എത്രമാത്രം ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു CPM എന്നുള്ളത് വ്യക്തമാകുകയാണ്. അപ്പോൾ വ്യാപനം ഏത് രൂപത്തിലാണ്, കച്ചവടം നടത്തുന്നത് ആരാണ്, ഏതെല്ലാം തരത്തിലാണ് ഇതിന്റെ പിന്നിലെ പ്രവർത്തകർ. അപ്പോൾ CPM ഭരണകക്ഷിക്ക് കൃത്യമായി ഈ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. വിഘ്നേഷ് അടക്കമുള്ള CPM-ലെയും SFI, DYFI അടക്കമുള്ള ബഹുജന സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും രാസലഹരി എത്തിച്ചു നൽകുന്നതിൽ പാർട്ടിയിലെ ഉന്നതരുടെ ഇടപെടൽ ഉള്ളതായാണ് വിവരം. ഈ കേസ് അന്വേഷണത്തിൽ നിന്നും ആ പോലീസിനെ കൂച്ചുവലം കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ നാട്ടിൽ ഒരു ഹാൻഡ്സ് പാക്കറ്റുമായിട്ട് പിടിച്ചാൽ പോലും പത്രസമ്മേളനം നടത്താറുണ്ട് പോലീസ്. പക്ഷേ ഇത്രയും ഗുരുതരമായിട്ടുള്ള MDMA-യുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ഉണ്ടായിട്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു പത്രക്കുറിപ്പ് നൽകാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. 2 ആഴ്ചക്കാലം പിന്നിടുകയാണ്. ഇതിന്റെ ഉന്നതമായിട്ടുള്ള ബന്ധം CPM നേതൃത്വത്തിന്റെ ഈ കാര്യത്തിലുള്ള ബന്ധം പുറത്തു കൊണ്ടുവന്നേ മതിയാകൂ. അന്വേഷണം അവരിലേക്ക് എത്താതിരിക്കാനായി അന്വേഷണം നിലവിൽ മരവിപ്പിച്ച നിലയിലാണ്. ഇതിനായി ജില്ലയിലെ മുതിർന്ന CPM നേതാവ് തന്നെ ഇടപെട്ടതായാണ് വിവരം. മുമ്പ് നിരോധിത ലഹരി ഉൽപ്പന്നവുമായി CPM ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ വാഹനം പിടികൂടിയപ്പോൾ ഏരിയ കമ്മിറ്റി അംഗത്തെ ന്യായീകരിച്ചെത്തിയ വ്യക്തിയാണ് ഇപ്പോഴും ലഹരി കടത്തുകാർക്ക് രക്ഷകനായി എത്തിയതെന്നാണ് സൂചന. MLA-യുടെ മകന്റെ കഞ്ചാവ് കേസിൽ പണിമേടിച്ച എക്സൈസിന്റെ അനുഭവം മുന്നിൽ നിൽക്കുമ്പോൾ പോലീസിനും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുക മാത്രമാണ് ചെയ്യാനാവുക. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. ലവ് ജിഹാദിനും ലഹരി മാഫിയയ്ക്കുമെതിരെ BJP നേതാവ് PC ജോർജിന്റെ നിലപാടിൽ ക്രൈസ്തവ സംഘടനകൾക്കിടയിൽ പിന്തുണ വർദ്ധിക്കുന്നു. ക്രൈസ്തവ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം. സംസ്ഥാനത്ത് വൻതോതിൽ ലഹരി മാഫിയകളും ലവ് ജിഹാദ് സംഘവും പിടിമുറുക്കിയിരിക്കുകയാണെന്ന BJP നേതാവ് PC ജോർജിന്റെ നിലപാട് ചില മത തീവ്രവാദ സംഘടനകൾ വിവാദമാക്കുന്നതിനിടയിലായിരുന്നു കഴിഞ്ഞ ദിവസം സിറോ മലബാർ സഭ തന്നെ PC ജോർജിന് പിന്തുണയുമായി രംഗത്തെത്തിയത്. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് PC ജോർജ് ചെയ്തത്. അതിൽ വിവാദം സൃഷ്ടിക്കുന്നത് ശരിയല്ലെന്നും സഭ നിലപാട് സ്വീകരിച്ചു. ഇതിനു പിന്നാലെ PC ജോർജിന് പിന്തുണയുമായി കൂടുതൽ ക്രൈസ്തവ സംഘടനകൾ രംഗത്തെത്തുകയാണ്. സംസ്ഥാനത്തെ ക്രൈസ്തവ സംഘടനാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്ന കാര്യമടക്കം ആലോചനയിലുണ്ട്. വരും ദിവസങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇത് സംബന്ധിച്ച് ലേഖനമടക്കം പ്രസിദ്ധീകരിക്കുന്ന കാര്യവും ആലോചനയിലാണ്. ജനം, കൊച്ചി. റമദാൻ മാസത്തിൽ കാന്തപുരത്തിന്റെ നോളജ് സിറ്റിയിലേക്ക് തീർത്ഥാടന യാത്രയിൽ നിബന്ധന മാറ്റി KSRTC. ആദ്യം ഇറക്കിയ പോസ്റ്ററിൽ പുരുഷന്മാർക്ക് മാത്രമാണ് തീർത്ഥയാത്ര എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പുതിയ പോസ്റ്ററിൽ അത്തരം നിർദ്ദേശങ്ങളില്ല. ജനം ഇമ്പാക്ട് ഗൂഗിൾ K വേണുഗോപാൽ ചേരുന്നു. ഗൂഗിൾ ഇപ്പോൾ പുതിയ പോസ്റ്ററിൽ എന്താണ്? എടുത്തു മാറ്റിയിരിക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യം 3 ദിവസം മുമ്പായിരുന്നു ഇത്തരത്തിൽ KSRTC നോളജ് സിറ്റിയിലേക്ക് ഒരു തീർത്ഥാടന യാത്ര ഒരുക്കിയിരുന്നത്. മലപ്പുറത്ത് നിന്ന് 20-ാം തീയതി രാവിലെ 7 മണിക്ക് പുറപ്പെട്ട് അന്ന് രാത്രി 12 മണിയോടുകൂടി സമാപിക്കുന്ന രീതിയിലായിരുന്നു ഇത്തരത്തിലൊരു തീർത്ഥയാത്ര സംഘടിപ്പിച്ചിരുന്നത്. മലപ്പുറത്തെയും കോഴിക്കോടെയും വിവിധ മഖാമുകളിലും മസ്ജിദുകളിലും സന്ദർശിക്കുന്ന യാത്ര രാത്രിയോടുകൂടി ഈ പറഞ്ഞതുപോലെ നോളജ് സിറ്റിയിലെത്തുകയും നോമ്പുതുറയും രാത്രി നിസ്കാരവും ഒക്കെ അവിടെ സംഘടിപ്പിക്കുന്ന രീതിയിലായിരുന്നു KSRTC ഇത്തരത്തിലൊരു ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി തീർത്ഥയാത്ര സംഘടിപ്പിച്ചത്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഇറക്കിയ പോസ്റ്ററിൽ ആണുങ്ങൾക്ക് മാത്രം, പുരുഷന്മാർക്ക് മാത്രമായിരിക്കും ഇത്തരത്തിൽ യാത്ര എന്ന് പ്രത്യേകം എടുത്തെഴുതിയിരുന്നു. അത് നമ്മൾ വാർത്തയാക്കിയതാണ് അന്ന് തന്നെ. അതായത് ഇത്തരത്തിലൊരു പരസ്യം KSRTC പ്രസിദ്ധീകരിച്ച അന്ന് തന്നെ നമ്മളത് വാർത്തയാക്കി. പിന്നീട് ഇന്നലെ രാത്രിയോടുകൂടി പ്രസിദ്ധീകരിച്ച പോസ്റ്ററിലാണ് ജെൻസ് ഓൺലി എന്നുള്ള നിബന്ധന എടുത്തു മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ അത്തരത്തിലൊരു ജെൻസ് ഓൺലി എന്നുള്ള നിബന്ധന നമുക്ക് ആ പോസ്റ്ററിൽ കാണുവാൻ വേണ്ടി സാധിക്കില്ല. ആദ്യം ചിത്രീകരിച്ച രീതിയിൽ അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ച രീതിയിൽ തന്നെയുള്ള പോസ്റ്ററാണ്
രണ്ടാമത് വന്നിട്ടുള്ളത്. അതിൽ ജെൻസ് ഓൺലി എന്നുള്ള നിബന്ധന എടുത്തു മാറ്റി എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. ഈ ആദ്യഘട്ടത്തിൽ തന്നെ KSRTC ഇത്തരത്തിൽ പുരുഷന്മാർക്ക് മാത്രമായ ഒരു യാത്ര സംഘടിപ്പിക്കുന്നു എന്ന് തീരുമാനിച്ച സമയത്ത് അത് ജനം TV വാർത്തയാക്കിയതിനോടൊപ്പം തന്നെ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് KSRTCയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ പോസ്റ്ററിന് താഴെ വലിയ രീതിയിലുള്ള കമന്റുകൾ വന്നിരുന്നു. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് യാത്ര സംഘടിപ്പിക്കാത്തത്? സ്ത്രീകൾ ബസ്സിൽ കയറിയാൽ എന്താണ് കുഴപ്പം? സ്ത്രീകൾക്ക് സന്ദർശിക്കേണ്ടതില്ലേ? അവർക്ക് തീർത്ഥയാത്രയ്ക്ക് അവകാശമില്ലേ എന്ന രീതിയിലുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അതുൾപ്പെടെ നമ്മൾ വാർത്ത കൊടുത്തു. പിന്നീടാണ് ഇപ്പോൾ അതിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് ജെൻസ് ഓൺലി എന്നുള്ള നിബന്ധന മാറ്റിക്കൊണ്ട് വീണ്ടും ഇത്തരത്തിലൊരു പോസ്റ്റർ പ്രസിദ്ധീകരിക്കാൻ തയ്യാറായിട്ടുള്ളത്. പക്ഷേ എത്രത്തോളം സ്ത്രീകളുടെ പങ്കാളിത്തം ഈ തീർത്ഥയാത്രയിൽ ഉണ്ടാകുമെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് വീണ. ഓക്കെ, ശരി ഗൂഗിൾ. കോഴിക്കോട് ബീച്ച് ആശുപത്രിക്ക് സമീപത്തെ ലഹരി വിമുക്തി കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ മുടങ്ങിയിട്ട് മാസങ്ങളായി. ആവശ്യത്തിന് നഴ്സുമാരില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ലഹരി വിമുക്തി കേന്ദ്രത്തിന്റെ പരസ്യ ബോർഡിൽ നമ്പറിലേക്ക് വിളിച്ചാൽ ആരും പ്രതികരിക്കാറില്ല എന്നും പരാതിയുണ്ട്. വേണ്ട നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോഴും കോഴിക്കോട് ബീച്ച് ആശുപത്രിയോട് ചേർന്നുള്ള ലഹരി വിമോചന കേന്ദ്രത്തിന്റെ അവസ്ഥ നേരെ മറിച്ചാണ്. വിമുക്തി കേന്ദ്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ബോർഡിൽ എഴുതിയിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ഒരു പ്രതികരണവും ലഭിക്കാറില്ല. ബന്ധപ്പെട്ട അധികൃതരോട് കാര്യമന്വേഷിച്ചപ്പോൾ ലഭിച്ച മറുപടി അത് വിമുക്തി കേന്ദ്രം സ്ഥാപിച്ചപ്പോഴുള്ള നമ്പറാണ്, ഇതല്ല യഥാർത്ഥ നമ്പർ എന്നാണ്. ഈ മേലത്തെ നമ്പർ വിളിച്ചാൽ കിട്ടൂല. ഇല്ല, അത് ഹോസ്പിറ്റലിൽ തുടങ്ങുമ്പോൾ കൊടുത്ത നമ്പറാണ്. ഇവിടുത്തെ ഈ നമ്പറിൽ ഇവിടെ കിട്ടും. അത് തുടങ്ങുമ്പോ ഇവിടെ നമ്പർ ഇല്ല, അപ്പോ ഹോസ്പിറ്റൽ ആൾക്കാർ നമ്പർ കൊടുക്കുക, അതിന് വിളിച്ചാൽ കിട്ടില്ല. രോഗികളുമായി എത്തി ഈ നമ്പറിലേക്ക് വിളിച്ചു നോക്കി ഒടുവിൽ മടങ്ങിപ്പോവേണ്ടി വന്നിട്ടുണ്ട് പലർക്കും. ആശുപത്രിയിൽ കിടത്തി ചികിത്സ ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ കുറെ മാസങ്ങളായി കിടത്തി ചികിത്സയില്ല. വേണ്ടത്ര നഴ്സുമാരില്ലാത്തതാണ് ഇതിന് കാരണമായി അധികൃതർ പറയുന്നത്. കോഴിക്കോട് പരിസരത്ത് ലഹരി ഉപയോഗം കൂടി വരുന്ന സാഹചര്യമായിട്ട് പോലും വിമുക്തി കേന്ദ്രത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി മുന്നോട്ടു പോകാത്തതിൽ നാട്ടുകാർക്കിടയിൽ നിന്ന് തന്നെ വലിയ അമർഷമാണ് ഉയരുന്നത്. ജനം, കോഴിക്കോട്. പ്രായപരിധിയിൽ CPM നേതാക്കളെ പാർലമെന്ററി രംഗത്ത് നിന്ന് ഒഴിവാക്കുന്നത് പാർട്ടിക്ക് തിരിച്ചടിയായി എന്ന് വിലയിരുത്തൽ. KV തോമസിന് ഇളവും സ്ഥാനമാനങ്ങളും നൽകുന്നതിൽ പ്രവർത്തകർക്ക് അതൃപ്തിയുണ്ട്. ധനമന്ത്രിയെ ഒഴിവാക്കി ഡൽഹിയിലെ ചർച്ചയ്ക്ക് KV തോമസിനെ ഉൾപ്പെടുത്തിയത് പ്രതികൂല ഫലമാകുമെന്നും ആക്ഷേപമുണ്ട്. രേഷ്മ ബാബു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രേഷ്മ, ഈ അത്തരം നിബന്ധനകൾ വെച്ച് ചിലർക്ക് മാത്രം ചിലർക്ക് അങ്ങനെ ഇല്ല എന്നുള്ളത് നേരത്തെ തന്നെ സ്വാരസ്യങ്ങൾക്ക് കാരണമായതാണ്. ഇതിപ്പോൾ ഈ വിഷയം കൂടി തിരിച്ചടിക്കുകയാണോ KV തോമസിന്റെ കാര്യത്തിൽ? അതേ വീണ, നേരത്തെ തന്നെ CPM-നുള്ളിൽ, അതായത് പ്രമുഖ നേതാക്കളുടെ ഇടങ്ങളിൽ തന്നെ ഈ KV തോമസിന് കൂടുതൽ സ്ഥാനമാനങ്ങളും പ്രത്യേക പരിഗണനയും നൽകുന്നതിൽ വലിയ രീതിയിലുള്ള അമർഷം ഉണ്ടായിരുന്നു. അത് മറനീക്കി പുറത്തു വന്നത് G. സുധാകരന്റെ അഭിപ്രായ പ്രകടനത്തിലൂടെ തന്നെയാണ്. അതിനിടയിൽ തന്നെയാണ് മുതിർന്ന CPM നേതാവായിട്ടുള്ള മുൻ MP കൂടിയായിട്ടുള്ള സെബാസ്റ്റ്യൻ പോളും ഇത്തരമൊരു പരാമർശം ഓൺലൈൻ കുറിപ്പിലൂടെ, അതായത് ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയിട്ടുള്ള കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. CPM-നെ എറണാകുളത്ത് 5 തവണ തോൽപ്പിച്ച വ്യക്തിയാണ് KV തോമസ്. ആ KV തോമസിന് കൈയിട്ട് വാരാനായിട്ട് അവസരം കൊടുക്കുന്നവർ മണ്ടന്മാരല്ല എന്നുള്ള ഒരു പരാമർശമാണ് സെബാസ്റ്റ്യൻ പോളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുമാത്രവുമല്ല, CPM-ന്റെ പാർട്ടി സമ്മേളനത്തിലടക്കം നിലവിലെ തീരുമാനം എന്ന് പറയുന്നത് 75 വയസ്സ് കടന്നവരെ, അല്ലെങ്കിൽ 75 വയസ്സ് പ്രായപരിധി കടന്നവരെ CPM-ന്റെ സ്ഥാനമാനങ്ങളിലോ പാർലമെന്ററി കാര്യ രംഗത്തോ വേണ്ട എന്നുള്ളതാണ് പുതിയ തീരുമാനം. ആ തീരുമാനം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് വന്ന, അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് ഡൽഹിയിൽ സ്ഥാനമുള്ള ക്യാബിനറ്റ് റാങ്ക് പദവിയുള്ള KV തോമസിന് പുതിയ രീതിയിൽ പരിഗണന നൽകുന്നു എന്നുള്ള ഒരു അമർഷം. എന്തായാലും നേരത്തെ ഈ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനുമായിട്ട് സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത സമയത്ത് അതിൽ ബാലഗോപാൽ, അതായത് ധനമന്ത്രിയായിട്ടുള്ള ബാലഗോപാൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ബാലഗോപാലിനെ ഒഴിവാക്കിക്കൊണ്ട് KV തോമസിനെയാണ് ഉൾപ്പെടുത്തിയത്. ഇതിലും വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നുണ്ട്. കാരണം സാമ്പത്തിക കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടാകുന്ന സമയത്ത് സംസ്ഥാനത്തിന്റെ ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആ ചർച്ചയിൽ ഉണ്ടാകണം. പക്ഷേ ബാലഗോപാലിനെ എന്തിനെ ഒഴിവാക്കി? അത് മാത്രമല്ല, അത് പിന്നീട് കേന്ദ്രത്തിൽ നിന്ന് സഹായം കിട്ടുന്ന വേളയിൽ അതുമായി ബന്ധപ്പെട്ട് ചില പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള വിലയിരുത്തലും CPM
CPM-ന്റെ പ്രമുഖ നേതാക്കളുടെ ഇടയിൽ തന്നെയുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഈ പ്രായപരിധി വിഷയം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ കൂടുതൽ പരിഗണന നൽകുവാനായിട്ടുള്ള നീക്കം. എന്തായാലും KV തോമസിന്റെ കാര്യത്തിൽ CPM-ന്റെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ AK ശശീന്ദ്രന്റെ കാര്യത്തിലും സമാനമായിട്ടുള്ള നിലപാടുകൾ CPM-ന്റെ പ്രമുഖ നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം AK ശശീന്ദ്രനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ട് ഉയർന്നു വന്നിട്ടുള്ള വിമർശനം. അതായത് 79 വയസ്സ് കഴിഞ്ഞ AK ശശീന്ദ്രൻ അമ്പേ പരാജയമാണ്, വകുപ്പ് മന്ത്രി എന്നുള്ള രീതിയിൽ അമ്പേ പരാജയമാണ് എന്നുള്ള വിലയിരുത്തൽ NCP-യിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടി വകവയ്ക്കാതെയാണ് മുഖ്യമന്ത്രി ഒരു സംരക്ഷണ കവചം AK ശശീന്ദ്രനെ ഒരുക്കുന്നത്. ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് CPM-ന്റെ നേതാക്കൾ തന്നെ പറയുന്നത്. എന്തായാലും സെബാസ്റ്റ്യൻ പോളിന്റെ ആ വിമർശന രൂപേണയുള്ള കുറിപ്പ് വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുകയാണ്. വീണ. ഓക്കെ, ശരി രേഷ്മ. കുട്ടനാട് സീറ്റിൽ ആശങ്കയില്ലെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് തോമസ് കെ തോമസ്. സീറ്റ് വിഭജന കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് മുന്നണിയാണ്, മത്സരിക്കുന്ന കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണെന്നും തോമസ് കെ തോമസ് ജനം TVയോട് പറഞ്ഞു. NCPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി കുട്ടനാട് MLA തോമസ് കെ തോമസ് ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം വിശേഷങ്ങൾ ജനം TVയോട് പങ്കുവയ്ക്കുകയാണ്. ആദ്യം തന്നെ എല്ലാവിധ അഭിനന്ദനങ്ങളും. MLA ഇപ്പോൾ കുറച്ച് നാളത്തെ മന്ത്രിസ്ഥാനത്തിൻ്റെ പേരിൽ ഒരു തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് എങ്ങനെ തോന്നുന്നുണ്ട്? മന്ത്രിസ്ഥാനത്തിൻ്റെ പേരിൽ തർക്കങ്ങളൊന്നുമില്ല. അത് തന്നെ അങ്ങനെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ തെറ്റായിട്ടുള്ളൊരു മെസ്സേജാണ് പോകുന്നത്. മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എടുത്തൊരു തീരുമാനമാണ് പാർട്ടി നേതൃത്വം, ശരത് പവാർ എടുത്തൊരു തീരുമാനമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അതിനകത്ത് ആശങ്കകളോ അതിനകത്ത് യാതൊരു മറ്റുള്ള വിഷയങ്ങളോ ഒന്നുമില്ല. പിന്നെ രണ്ടാമത് നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണ്? മന്ത്രിസ്ഥാനം കഴിഞ്ഞിട്ട് ചോദിച്ചത് എന്താണ്? ഈ NCPയുടെ സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്, ഈ അതിൻ്റെ ഒരു സന്തോഷം. ഇല്ല, അതൊരു സന്തോഷിക്കേണ്ട കാര്യം തന്നെയാണ്. ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും പിന്നിൽ ഒരു രഹസ്യമുണ്ട്. വെറുതെ വന്ന് ചേരുന്നതല്ല ഈ സ്ഥാനങ്ങളൊന്നും. അതിന് അർഹതപ്പെട്ടെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. അത് തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് 14 ജില്ലാ പ്രസിഡന്റുമാരും ഐക്യകണ്ഠേന എന്നെ തിരഞ്ഞെടുത്തു. എല്ലാ ജനറൽ സെക്രട്ടറിമാരും പൂർണ്ണ പിന്തുണ തന്നു. എല്ലാ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും പൂർണ്ണ പിന്തുണ തന്നു. അപ്പോൾ അങ്ങനെ ഐക്യകണ്ഠേന ഒരു തീരുമാനം ഉണ്ടായപ്പോൾ തന്നെ അതൊരു സമാധാനത്തിൻ്റെ അന്തരീക്ഷമാണ്. അപ്പോൾ ആ ലെവലിൽ ഈ പാർട്ടിയെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഈ NCPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ LDF മുന്നണിയുമായിട്ടാണ് നിലനിൽക്കുന്നത്. ഈ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടി കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുകയോ ഈ കുട്ടനാട് സീറ്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആശങ്ക പാർട്ടിക്ക് നിലനിൽക്കുകയോ ചെയ്യുന്നുണ്ടോ? പുതിയ സംസ്ഥാന അധ്യക്ഷൻ എന്നതിൽ വലിയ ചുമതലയാണത്. ഇല്ല, പാർട്ടി കൂടുതൽ സീറ്റുകളൊന്നും ആവശ്യപ്പെടുന്നതല്ല ഇപ്പോഴത്തെ സബ്ജക്റ്റ്. ഇപ്പോഴത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ദൗത്യം. പിന്നെ പാർട്ടി ശക്തിപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സീറ്റിൻ്റെ കാര്യത്തിലും വ്യത്യാസം വരുമല്ലോ. പാർട്ടി ശക്തിയില്ലാതെ നമ്മൾ സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തുക, LDFനെ ശക്തിപ്പെടുത്തുക. കാരണം ഇപ്പം നല്ല അനുകൂലമായ ഒരു തരംഗമാണ് മൂന്നാം പിണറായി സർക്കാരിന് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ പാർട്ടിക്ക് മാക്സിമം LDFന് മാക്സിമം പിന്തുണ കൊടുത്തുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈ പാർട്ടിയിൽ പുതിയ ഏതെങ്കിലും പരിഷ്കാര നടപടികൾ നടപ്പിലാക്കി തൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ? ഇല്ല, ഇവിടെ ഏകജാലകമല്ല. ഞാൻ പറഞ്ഞ ഇവിടെ ഒരു കമ്മിറ്റിയുണ്ട്, അതെൻ്റെ തീരുമാനമാണ്. ആ പ്രസിഡന്റ് ഉൾപ്പെടെ ആ കമ്മിറ്റി ആലോചിച്ച് തീരുമാനിച്ച് മുന്നോട്ട് പോകും. കാരണം ഒരു ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുക്കത്തില്ല. കാരണം അത് ശരിയല്ല. കാരണം പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാനുണ്ട്. അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം. അതുകൊണ്ട് ആ ഒരു ഐക്യത്തിൽ ആയിരിക്കും പാർട്ടി മുന്നോട്ട് പോകുന്നത്. ഒരു കമ്മിറ്റിയുണ്ട്, ആ കമ്മിറ്റി കൂടി തീരുമാനിച്ചാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത്. ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കുട്ടനാട് തന്നെ ആയിരിക്കുമോ അങ്ങയുടെ ഒരു മണ്ഡലമായി കാണാൻ പറ്റില്ല? ഞാനവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ല. കുടിവെള്ളത്തിൻ്റെ വലിയ വിഷയമായിട്ട് മുഖ്യമന്ത്രിയായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായ എല്ലാ സഹായവും അദ്ദേഹത്തിൽ നിന്ന് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുടിവെള്ളത്തിൻ്റെ ആ ഒരു വലിയ പദ്ധതി പൂർത്തീകരിക്കണമെന്നുള്ള വലിയ ആശങ്കയിലാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം അത് 9 ടെൻഡറാണ്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. പിന്നെ കുട്ടനാടിന് സീറ്റിനെ കുറിച്ചൊന്നും തർക്കങ്ങളൊന്നുമില്ല. അത് ഈ മാധ്യമങ്ങൾ വരുന്ന വാർത്ത എന്നാണെന്ന് എനിക്കും അറിയത്തില്ല. അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല.
LDF ആണ് തീരുമാനിക്കേണ്ടത് ആരാണ് അവിടെ മത്സരിക്കേണ്ടത്. ഞങ്ങളുടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ആരാണ് അവിടുത്തെ അടുത്ത സ്ഥാനാർത്ഥി എന്നുള്ളത്. അത് ഉചിതമായ തീരുമാനം സമയത്തെടുക്കും. അതാണ് എൻ്റെ കറക്റ്റ് വേ. ഈ മുൻ സംസ്ഥാന അധ്യക്ഷനുമായി അങ്ങ് നല്ല സമീപനത്തിലായിരിക്കും ഇനിയുള്ള മുന്നോട്ട് പോക്ക്? എനിക്ക് അദ്ദേഹത്തോട് ഒരു പ്രശ്നമില്ല. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇപ്പോൾ മീറ്റിംഗ് കൂടിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹവും ഞാനുമായിട്ട് നല്ല ബന്ധത്തിലാണ്. അങ്ങനെയുള്ള ഒരു വിഷയങ്ങളില്ല. അദ്ദേഹം ഞങ്ങളുടെ ദേശീയ വർക്കിംഗ് പ്രസിഡൻ്റാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആ ലെവലിലൊന്നും നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാനൊക്കത്തില്ല. അതുകൊണ്ട് അദ്ദേഹവുമായിട്ട് നല്ല ബന്ധത്തിൽ തന്നെ പോകുന്നത് ഇനിയും അങ്ങോട്ട് അങ്ങനെ പോകത്തുള്ളൂ എല്ലാ രീതിയിലും. എന്തായാലും എല്ലാവിധ ആശംസകളും ജനന്റെയുടെ ഭാഗത്ത് നിന്ന് നേരുന്നത്. എന്തായാലും NCPക്ക് പുതിയ സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടായിരിക്കുകയാണ്. പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ പുതിയ തീരുമാനങ്ങളും പാർട്ടിക്ക് ഗുണം ചെയ്യട്ടെ എന്ന് ഞങ്ങളും പറയുന്നുണ്ട്. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ ഗോപനൊപ്പം അഖിൽ പാലോട്ടുമഠം. ഓക്കെ, പുത്തൻമുരളിയുടെ സമയം അവസാനിച്ചിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സ് ഉണ്ടാകും. നമസ്തേ.